ടൂള് കിട്ടാത്തവരുടെ അപ്പൊ ടൂളും കാര്യങ്ങളും ഓക്കെ. ടൂള് കിട്ടാത്തവര് ഓക്കെ. ടൂള് കിട്ടാത്തവർക്ക് ഇപ്പൊ ആക്സസ് തരുന്നുണ്ട്. സുഭാഷിന് ആക്സസ് തന്നിട്ടുണ്ട്. ആക്സസ് ഇപ്പൊ തന്നിട്ടുണ്ട്. ആകാശിന്റെ ആക്സസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇൻഡിക്കേറ്ററിൽ പോവാ, ചെക്ക് ചെയ്യാ. വാസ് ആകാശിനും തന്നിട്ടുണ്ട്. നെക്സ്റ്റ് കുറെ ആൾക്കാർക്ക് ആക്സസ് എല്ലാവർക്കും ഒന്ന് പ്രൊവൈഡ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യും. റിസീവ് വാസ് മുഹമ്മദ്. എല്ലാവർക്കും നിങ്ങൾക്ക് ഇപ്പൊ ഈ തന്ന ആൾക്കാർക്കൊക്കെ ആക്സസ് അതിലുണ്ട്, കൊടുത്തിട്ടുണ്ട്. ആക്സസ് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആക്സസ് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങളൊന്ന് ലോഗ് ഔട്ട് ചെയ്യുക, ലോഗിൻ ചെയ്യുക. ആക്സസ് എല്ലാവരിലേക്കും വരും. ഷിഹാബ് മുഹമ്മദ് ഒക്കെ ആക്സസ് കൊടുത്തതാണ് അതില്. ഓൾറെഡി ഒന്ന് ലോഗ് ഔട്ട് ചെയ്ത് ലോഗിൻ ചെയ്താൽ അത് നിങ്ങൾക്ക് അവിടെ കിട്ടും. എല്ലാവർക്കും ആക്സസ് കൊടുത്തതാണ്. നമ്പേഴ്സ് മാത്രമൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ ആക്സസ് കൊടുത്തതാണ് കേട്ടോ. എല്ലാവർക്കും നിങ്ങളിപ്പോ അയച്ചുന്ന ആൾക്കാർക്കൊക്കെ ആക്സസ് കൊടുത്തതാണ്. ജസ്റ്റ് നിങ്ങളത് ലോഗ് ഔട്ട് ചെയ്യുക, ലോഗിൻ ചെയ്യുക. ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്യുക, ലോഗ് ഔട്ട് ചെയ്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആക്സസിന്റെ ഇത് കിട്ടും. എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കാം. ഞാനിത് കൊടുത്തോണ്ടുണ്ട്. ആഡ് ആവാത്തവർക്കൊക്കെ കൊടുത്തോണ്ടുണ്ട്. നിങ്ങൾക്കൊരു മെയില് വരും ആക്സസ് വരുന്ന സമയം. ഇതൊക്കെ ഓൾറെഡി ഡൺ ആണ്. എല്ലാവരും ഡൺ ആണല്ലോ ഓൾറെഡി. ഇപ്പൊ എത്ര ആൾക്ക് ആക്സസ് കിട്ടാത്തതുള്ളത്? ഒന്ന് ഒന്ന് കൈ റൈസ് ചെയ്യാറാ, കൈ പൊന്തിക്കറ. ആക്സസ് കിട്ടാത്തവരൊക്കെ ഒന്ന് കൈ പൊന്തിച്ചേ. കൺഫേം ചെയ്യാനാണ്. കുറെ യൂസർ നെയിം വന്നിട്ടുണ്ട്. കിട്ടിയിട്ടില്ല എന്നുള്ള രീതി 3. നിങ്ങൾ ലോഗ് ഔട്ട് ചെയ്ത് ലോഗിൻ ചെയ്തിട്ടും ആക്സസ് കിട്ടിയിട്ടില്ല? ഒന്ന് വെരിഫൈ ചെയ്യുക. ലോഗ് ഔട്ട് ചെയ്ത് ലോഗിൻ ചെയ്തിട്ടും ആക്സസ് കിട്ടിയോ ഇല്ലയോ എന്നുള്ളത് വെരിഫൈ ചെയ്യുക. 4 പേര്, 4 പേർക്കാണ് ഇപ്പൊ കിട്ടാത്തത്. പ്രമോദ്, സന്തോഷ്, ബിപിൻ, 4 പേർക്കാണ് ഇപ്പൊ കിട്ടാത്തത്. ഈ കിട്ടാത്ത ആൾക്കാർ ലാസ്റ്റ് ഒന്ന് അവരൊന്നും കൂടി ഒന്ന് യൂസർ ഐ ഡി അയക്കറ. കിട്ടാത്ത ആൾക്കാർ ഒന്നും കൂടി യൂസർ ഐ ഡി ഒന്ന് ഫോർവേഡ് ചെയ്തേ.
കിട്ടാത്ത ആൾക്കാർ ഒന്നുകൂടി 3 ആൾക്കാർ 4 ആൾക്കാരാണ് ഇപ്പൊ ഉള്ളത്. ഒന്ന് യൂസർ ഐഡി അയക്കാം. ഒന്നുകൂടി ഒന്ന് ഫോർവേഡ് ചെയ്യാറ്. കുറെ യൂസർ ഐഡി വന്നോണ്ട് ഒന്നും കൺഫ്യൂഷൻ ആണ്. ഞാൻ ഇപ്പൊ തന്ന യൂസർ ഐഡിയിലൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്, ആക്സസ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക്. ഇതിൽ തന്നിട്ടുള്ള യൂസർ ഐഡി മൊത്തം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഒന്നും കൂടി ഒന്ന് യൂസർ ഐഡി ഫോർവേഡ് ചെയ്യും എല്ലാവരും. കിട്ടാത്ത ആൾക്കാരൊന്ന് യൂസർ ഐഡി. ഓക്കെ, ഷെരീഫ് കൊടുത്തിട്ടുണ്ട്. ഷെരീഫിനൊന്ന് ഞാൻ യൂസർ ഐഡി കൊടുത്തിട്ടുണ്ടെന്ന് നോക്കാം, ചെക്ക് ചെയ്ത് വെക്കുക. പ്രമോദ് ഭായ്, നിങ്ങളെ ഇമെയിൽ അല്ല വേണ്ടത്, നിങ്ങളെ പ്രൊഫൈലിലെ യൂസർ ഐഡി ആണ് വേണ്ടത്. ട്രേഡിംഗ് വ്യൂവിൽ പോവാ, പ്രൊഫൈലിന്റെ യൂസർ നെയിം ആണ് വേണ്ടത്, പ്രൊഫൈലിന്റെ യൂസർ ഐഡി ആണ് വേണ്ടത്. ജസീർ കൊടുത്തിട്ടുണ്ട്, ആക്സസ് കൊടുത്തിട്ടുണ്ട്. ജസീർ ഒന്ന് ചെക്ക് ചെയ്യുക. ജസീർ ആക്സസ് കൊടുത്തിട്ടുണ്ട്. ജസീർ ഒന്ന് ചെക്ക് ചെയ്യുക. ജസീറിന് ആക്സസ് കൊടുത്തിട്ടുണ്ട്. സൗണ്ട് കേൾക്കുന്നില്ല, വോയിസ് സൗണ്ട് ഇല്ല. യെസ്, ഓക്കെ ഓക്കെ. ഏകദേശം എല്ലാവർക്കും, നിങ്ങൾ തന്ന എല്ലാവർക്കും ആക്സസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് തന്ന പ്രമോദ്, ഓക്കെ, പ്രമോദ് തന്ന എല്ലാവർക്കും ആക്സസ്. പ്രമോദ് ഭായ്, നിങ്ങളെ യൂസർ ഐ ഡി ആണ് അതല്ല, അത് നിങ്ങളെ യൂസർ ഐ ഡി അല്ല. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. യൂസർ ഐ ഡി എടുക്കേണ്ടത് സ്ക്രീൻ കാണുന്നുണ്ടല്ലോ എല്ലാവരും. സ്ക്രീനിൽ പോവാ, ഇവിടെ നിങ്ങളെ പ്രൊഫൈലിൽ പോയി കഴിഞ്ഞാൽ ഇതാണ് നിങ്ങളെ യൂസർ ഐ ഡി എന്ന് പറയുന്നത്. പ്രൊഫൈലിൽ പോയി കഴിഞ്ഞാൽ അതിലുണ്ടാവും യൂസർ ഐ ഡി എന്ന് പറഞ്ഞു. പ്രൊഫൈലുള്ള ഈ യൂസർ ഐ ഡി ആണ് തരേണ്ടത്, എന്നാൽ മാത്രമേ ആക്സസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. പ്രൊഫൈലിലുള്ള യൂസർ ഐ ഡി ആണ് നിങ്ങൾ പ്രൊവൈഡ്. ഇത് എല്ലാവർക്കും ഒന്ന് ആക്സസ് കൊടുത്തിട്ട് തന്നെ തുടങ്ങാന്ന് വെച്ചിട്ടാണ്, അല്ലെങ്കിൽ മനസ്സിലാവില്ല, അതുകൊണ്ടാണ്. എല്ലാവർക്കും ആക്സസ് കൊടുത്തിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പൊ കുറെ ആൾക്കാർക്ക്, നിങ്ങൾ സ്റ്റാഫിനൊക്കെ അയച്ചു കൊടുത്ത എല്ലാവർക്കും ആക്സസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി. ഈ ഇമെയിൽ ഐ ഡി അയച്ചതിനെ കൊണ്ടല്ല, ഇമെയിൽ ഐ ഡി അല്ല വേണ്ടത്, യൂസർ ഐ ഡി ആണ് വേണ്ടത്. ഇമെയിൽ ഐ ഡി അയച്ചാൽ ആക്സസ് കൊടുക്കാൻ പറ്റൂല. ഓക്കെ, എന്തായാലും ഓക്കെ, ഇപ്പൊ ഇന്നത്തെ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് ഓൾറെഡി. ബാക്കി ഇനി ആക്സസ് കിട്ടാത്തവർ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ടീമായിട്ട് കണക്ട് ചെയ്യുക. ഇതിന് ശേഷം അത് കണക്ട് ചെയ്ത് തരും. നമുക്ക് എന്താക്കാം, ഇപ്പൊ നിലവിൽ സ്റ്റാർട്ട് ചെയ്യാം, എങ്ങനെയാണ് എന്താണെന്നുള്ള കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ എല്ലാവർക്കും ആക്സസ് ഓൾമോസ്റ്റ് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. ബാക്കി എല്ലാവർക്കും തരും, ആക്സസ് തരും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ ഇപ്പൊ എല്ലാവർക്കും ആക്സസ് കിട്ടി, കാര്യങ്ങളൊക്കെ കിട്ടി. അപ്പോൾ ഇതിലുള്ള നമുക്ക് ഫസ്റ്റ് ആൾക്കാർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഇപ്പൊ മാക്സ് കുറെ ആൾക്കാർ ജോയിൻ ചെയ്തുകൊണ്ടുണ്ട്. അതാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാനൊന്ന് ഇതാക്കിയത്. വെച്ചാല് കുറെ ആൾക്കാർ ഇങ്ങനെ ജോയിൻ ചെയ്യുന്ന സമയം നമുക്ക് തുടങ്ങാൻ പറ്റൂല. ഓക്കെ, അപ്പോ ആക്സസ് കിട്ടിയവരൊക്കെ സ്ക്രീൻ ഓൺ ആക്കി വെക്കുക, കാര്യങ്ങൾ വെക്കുക. അതിൽ നമ്പർ 1, നിങ്ങൾ ഏതാണ് പെയർ, നിങ്ങൾ ഉപയോഗിക്കുന്ന പേഴ്സ് അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. നിങ്ങൾ പേഴ്സ് ഏതാണ് അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇവിടെയാണ് പേഴ്സ് സെലക്ട് ചെയ്യുന്നത്. പേഴ്സ് നിങ്ങൾ ഓൺ ആക്കി വെക്കുക. ഗോൾഡ് ആണെങ്കിൽ ഗോൾഡ് ഓൺ ആക്കി വെക്കുക. പേഴ്സ് ഓൺ ആക്കി വെച്ചതിന് ശേഷം എല്ലാവരും ഹൈക്കനാഷ് കാൻഡിൽസിനെ എന്നാക്കണം. ഇവിടെ കാൻഡിൽസ് എന്ന് ഉണ്ടാവും, അത് ഹൈക്കനാഷ് എന്ന് പറഞ്ഞ കാൻഡിൽസിലേക്ക് എല്ലാവരും കാൻഡിൽസിലേക്ക് പോവുക. കാൻഡിൽസിലേക്ക് പോയതിന് ശേഷം ഹൈക്കനാഷ് കാൻഡിൽസ് എന്ന് പറഞ്ഞാൽ കാൻഡിൽസ് ഹൈക്കനാഷ് കാൻഡിൽസിലേക്ക് പ്രൊവൈഡ് ചെയ്യുക. കാൻഡിൽസിലേക്ക് നമ്മൾ മൂവ് ചെയ്യുക എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ എല്ലാവരും ചെയ്താ റെഡി ആണോ എല്ലാവരും?
ഇത്രയും കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ ഓക്കെ. കാര്യങ്ങളൊന്ന് ഓക്കെ. ഇത്രയും കാര്യങ്ങൾ ഓക്കെയാണ്. ഒന്ന് ലൈക്ക് അടിക്കുക. എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക. ഓക്കെ ആണെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞൊന്ന് ടൈപ്പ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ. ഓക്കെ. ഇത്രയും കാര്യങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പൊ നിങ്ങൾ ഇവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ ഓക്കെ. നിങ്ങളിപ്പം ഇവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നിങ്ങൾ പഠിക്കേണ്ടത് വെറും 5% മാത്രാണ് നിങ്ങൾ ഇവിടെ സ്റ്റഡി ചെയ്യേണ്ടത്. 95%ഉം നമ്മളെ സിസ്റ്റം എന്താണ്, ഈ സിസ്റ്റം എല്ലാവരും 2 ദിവസം ഇതിനു മുന്നേ എല്ലാവർക്കും 2 ദിവസമൊക്കെ എന്നാക്കിയിട്ടുണ്ടായിരുന്നു. ഫ്രീ ആക്സസ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതില് ഈ വരുന്ന ഇന്ന് മുതൽ ഈ വരുന്ന 5 ദിവസം വെള്ളിയാഴ്ച വരെ നൈറ്റ് ഇതേ ടൈമിലാണ് നമ്മൾ സെക്ഷൻ എന്നാക്കല്. അതായത് ഒരു പ്രോഗ്രാം, ട്രെയിനിങ് പ്രോഗ്രാം ഗ്രൂപ്പായി കൊണ്ട് കാര്യങ്ങൾ ഈ ഒരു ടൂള് വെച്ചുകൊണ്ട് തന്നെ എല്ലാവർക്കും എന്നാക്കാം ചെയ്യാന്നുള്ളൊരു സിസ്റ്റം, ലൈവായി ചെയ്ത് കാണിക്കാന്നുള്ള സിസ്റ്റം തന്നെയാണ്. അപ്പൊ ഇതില് നിങ്ങൾ ഇനീഷ്യലി ആദ്യം അതായത് പേപ്പർ ഇതിൽ ഈ പ്രോഗ്രാം കഴിയുന്നവരെ നിങ്ങൾ എന്നാക്കുക ഡെമോ അക്കൗണ്ട് ഓപ്പൺ ചെയ്താൽ മതി. ആരും അതായത് ഇതിന്റെ തന്നെ ട്രേഡിംഗ് വ്യൂവിന്റെ തന്നെ ഒരു ഡെമോ അക്കൗണ്ട് എന്നാക്കുക എല്ലാവരും ഓപ്പൺ ചെയ്യുക. ഒരു $100 ഡെമോ അക്കൗണ്ട് ഓപ്പൺ ആക്കാം. പ്രാക്ടീസ് ഇനീഷ്യൽ എല്ലാവരും ഇതിൽ കാര്യങ്ങൾ എന്നാക്കുക കംപ്ലീറ്റ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ നിങ്ങളെ റിയൽ അക്കൗണ്ട് റിയൽ മണി ഒക്കെ ഉള്ളവരുണ്ടാവും. നിങ്ങൾ ഇതിന് ശേഷം മാത്രം നിങ്ങൾ എന്നാക്കിയാൽ അത് റിയൽ അക്കൗണ്ടിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുക. അപ്പൊ ആദ്യം എല്ലാവരും എന്നൊക്കെ ഒരു ഡെമോ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ ഈസിയാണ്. പേപ്പർ ട്രേഡ് കണക്ട് ആക്കി കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. കണക്ട് ആക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇവിടെ ലോഗൗട്ട് ചെയ്താൽ ഈ ട്രേഡ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പേപ്പർ ട്രേഡിന്റെ ഓപ്ഷൻ ഉണ്ടാവും. പേപ്പർ ട്രേഡിന്റെ ഓപ്ഷനിൽ പോവാം. അത് കണക്ട് കൊടുക്കുക. അതിനുശേഷം ഇവിടെ സെറ്റിന് താഴെ വന്നു കഴിഞ്ഞാൽ അതായത് ഈ രീതിയിലുണ്ടാവും. പേപ്പർ ട്രേഡ് വന്നു കഴിഞ്ഞാൽ ഇവിടെ വലിയ 1 ലാഖിന്റെ അക്കൗണ്ട് ആണ് ഇവിടെ കാണല്. അത് മാറ്റിയതിനു ശേഷം എന്നാക്കുക നിങ്ങൾ ഇവിടെ എന്നാക്കുക ഇത് സെലക്ട് ചെയ്താൽ ഇവിടെ ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് കാണും. ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുക. അവിടെ നിങ്ങൾ ഒരു പേര് കൊടുക്കുക. ഓക്കെ, അവിടെ ഒരു പേര് കൊടുക്കുക. എന്നിട്ട് എന്നാക്കുക ഈ ബാലൻസ് നിങ്ങൾ $100 ഇവിടെ കീപ്പ് ചെയ്യുക. $100 കീപ്പ് ചെയ്യുക. ഒരു അക്കൗണ്ട് എന്നാക്കുക സ്റ്റാർട്ട് ചെയ്യുക. $100 ഒരു അക്കൗണ്ട്, ഒരു ഡെമോ അക്കൗണ്ട് എന്നാക്കുക ട്രേഡിംഗ് വ്യൂവിൽ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ഇത് വെച്ചാണ് നമ്മൾ ഈ 5 ദിവസം നിങ്ങൾ ഇത് വെച്ച് ചെയ്യുക. ഇത് വെച്ച് മാത്രം നിങ്ങൾ ചെയ്യുക. റിയൽ അക്കൗണ്ട് ഒന്നും ഇപ്പോൾ നിങ്ങൾ കീപ്പ് ചെയ്യണ്ട. കീപ്പ് ചെയ്യുന്ന അവിടെ വെക്കുക. ഇത് വെച്ച് ഇതിനൊരു പ്രൊസീജിയർ നിങ്ങൾക്ക് നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സാധനം കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത് എങ്ങനെയാണെന്നുള്ളത്. അപ്പം അത് ഓക്കെ അല്ല കാര്യങ്ങൾ? ഓക്കെ ആണെങ്കിൽ നോക്ക പറയാം. ആൽഗോ സോഫ്റ്റ്വെയർ എടുക്കുന്നത് ഞാൻ ഒന്നുകൂടി പറഞ്ഞു തരാം. അതായത് സോഫ്റ്റ്വെയർ ടൂൾ എടുക്കുന്നത് നിങ്ങൾ നേരെ ഇൻഡിക്കേറ്ററിലേക്ക് പോവുക. ഇൻഡിക്കേറ്റർ ഓപ്പൺ ആക്കിയതിന് ശേഷം അവിടെ ഇൻവൈറ്റ് ഓൺലി സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടാവും. ഇൻവൈറ്റ് ഓൺലി സ്ക്രിപ്റ്റിലേക്ക് പോവുക. അവിടെ പ്ലസ് ബൈ സ്ട്രാറ്റിക്സ് അൽഗോ എന്ന് പറഞ്ഞ ഇൻഡിക്കേറ്റർ എന്നാക്കുക അവിടെ ഓപ്പൺ ചെയ്യാം. പ്ലസ് ബൈ സ്ട്രാറ്റിക്സ് അൽഗോ എന്ന് പറഞ്ഞതാണ്. ഈ രീതിയിലാണ് ഇൻഡിക്കേറ്റർ ഓപ്പൺ ചെയ്യേണ്ടത്. അപ്പം അത് ഓക്കെ അല്ലേ? അപ്പൊ എല്ലാവരും ഇൻഡിക്കേറ്റർ ഓപ്പൺ ചെയ്തു, അക്കൗണ്ട് തുടങ്ങി, ഡെമോ കാര്യങ്ങളൊക്കെ തുടങ്ങി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇനീഷ്യലി ഇനി നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് മേജറായിട്ട് പഠിക്കാനുള്ളത് ഈ ബോക്സിനാണ്. അതായത് ഒരു എൻട്രി വരുന്ന സമയം നിങ്ങൾ ആദ്യം എല്ലാവരും മനസ്സിലാക്കേണ്ടത്, എല്ലാവർക്കും ബേസിക് അറിയുന്ന ആൾക്കാരുണ്ട്, അറിയാത്ത ആൾക്കാരൊക്കെ ഇതിലുണ്ട്. അപ്പം ആദ്യം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ട മേജർ കാര്യമാണ്. അതായത് ഇതിൽ വരുന്ന ഒരു എൻട്രി വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എൻട്രി 50% കൺഫർമേഷൻ ഒരു എൻട്രിയുടെ ഒരു സ്ട്രോങ് ബൈ വന്നു. ഞാൻ അതായത് പ്രൊഫഷണൽ രീതിയിലൊന്നും ക്ലാസ് നിങ്ങൾക്ക് എടുക്കൂല. അതായത് എല്ലാവരും ഒരു ഗ്രൂപ്പ് ആയിക്കൊണ്ട് ട്രേഡ് ചെയ്യുന്ന സിസ്റ്റത്തിലാണ് ഞാൻ ഇവിടെ എന്താകുന്നത് ഈ സിസ്റ്റം പറഞ്ഞു തരുന്നത്. ഞാൻ എങ്ങനെയാണ് പേഴ്സണലി ഒരു എൻട്രി എടുക്കുന്നത് ആ രീതിയാണ് നിങ്ങൾക്ക് ഞാൻ എന്താക്കുന്നത് ഇവിടെ പറഞ്ഞു തരുന്നത്. അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ കീപ്പ് ചെയ്യും, എന്തൊക്കെയാണ് അതിന്റെ സിസ്റ്റം എങ്ങനെയാണെന്നുള്ളതാണ് നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ ഇവിടെ എന്താക്കാൻ പോകുന്നത് കാണിച്ചു തരാൻ പോകുന്നത്. ഓക്കെ, ഞാൻ എങ്ങനെയാണ് എടുക്കുന്നത് ആ സെയിം പാറ്റേൺ ആണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. പാറ്റേൺ എങ്ങനെ നിങ്ങൾക്കൊന്നാക്കാം കീപ്പ് ചെയ്തിട്ട് പോകാൻ പറ്റും. ഞാൻ എടുക്കുന്ന ഒരു പാറ്റേൺ ആണ് ഇവിടെ നിങ്ങൾക്ക് എന്നാക്കാൻ പോകുന്നത്. അതും വളരെ ഈസി ആയിട്ട്, വലിയ കാര്യങ്ങളൊന്നുമില്ല, ഒരു എന്താ പറയാ ഭയങ്കരമായി കോംപ്ലിക്കേഷൻ ഇല്ലാത്ത രീതിയാണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് ആദ്യം ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പൊ ഇവിടെ ഒരു എൻട്രി വന്നിട്ടുണ്ട്, ലൈവ് ആയിക്കൊണ്ട് ഒരു എൻട്രി വന്നു, ഒരു സ്ട്രോങ് ബൈ ഇവിടെ എന്നായിട്ടുണ്ട് ഫോം ചെയ്ത് വന്നിട്ടുണ്ട്. മാർക്കറ്റിൽ നോക്കുന്ന സമയം ഒരു സ്ട്രോങ് ബൈ എന്നാണ് അവിടെ ഫോം ചെയ്ത് വന്നു. ഈ സമയം ഇപ്പം ഏകദേശം ഈ ഒരു കുറച്ച് മാർക്കറ്റ് പമ്പ് ചെയ്ത് മേലേക്ക് വന്നു. ഇവിടെ റോക്കറ്റ് എന്ന് പറഞ്ഞൊരു
സിമ്പിൾ വരുന്നുണ്ട്. റോക്കറ്റ് എന്ന് പറയുന്ന ഒരു സിമ്പിൾ ഇതിൽ വരാന്ന് പറയുന്നത് ഒരു നല്ല ഒരു പമ്പിങ് നടക്കുമ്പോഴാണ് ഈ റോക്കറ്റ് എന്ന് പറയുന്ന സിമ്പിൾ. അപ്പൊ നമുക്ക് എന്താക്കാം, ഇവിടെ ഒരു എൻട്രി എടുക്കാം. നമ്മൾ എന്താക്കുന്നു, ഒരു ബൈ 0.2 ഒരു ബൈ എന്നാക്കുന്നു, മാർക്കറ്റിൽ കീപ്പ് ചെയ്യുന്നു. ഒരു ബൈ എൻട്രി അവിടെ എന്നാക്കുന്നു, എടുക്കുന്നു. ഒരു ബൈ എടുക്കുന്നു. ടാർഗറ്റ് നമ്മൾ എവിടെ കീപ്പ് ചെയ്യാം, ഇവിടെ കീപ്പ് ചെയ്യാം. ഇതിന് എത്ര പെർസെന്റേജ് നമ്മൾ റിസ്ക് കീപ്പ് ചെയ്യണം എന്നുള്ളത് ഇവിടെ നമുക്ക് ഇതാ ഈ റിസ്ക് സ്കോർ. മാക്സിമം ഒരു ട്രേഡിൽ മാക്സിമം നിങ്ങൾ എടുക്കേണ്ട റിസ്ക് എന്ന് പറയുന്നത് മാക്സിമം 3 ആണ്. ഒരു ദിവസം നിങ്ങൾക്ക് റിസ്ക് കീപ്പ് ചെയ്യാന്ന് പറയുന്നത് മാക്സിമം 3% ആണ് നിങ്ങൾക്ക് റിസ്ക്. ഒരു ട്രേഡിലെ മാക്സിമം ട്രേഡിന്റെ റിസ്ക് എന്ന് പറയുന്നത് 3% ആണ്. അതിൽ കൂടുതൽ ഒരു ട്രേഡ്, അതായത് 1% കീപ്പ് ചെയ്യുക, 2% കീപ്പ് ചെയ്യുക, 3%, മാക്സിമം 3% ആണ് ഒരു ട്രേഡിന്റെ ഒരു ദിവസത്തെ റിസ്ക് എന്ന് പറയുന്നത്. അതിൽ കൂടുതൽ എന്നായിക്കൂടാ റിസ്ക് കീപ്പ് ചെയ്തുകൂടാ. അപ്പൊ ഇവിടെ ഇപ്പം നമ്മൾ ഒന്നാക്കി ഒരു എൻട്രി എടുത്തു. ഒരു ഓക്കെ, ഒരു $2 റിസ്ക് കീപ്പ് ചെയ്യാം. ഓക്കെ, ഒരു $2 ആണ് ഇവിടെ നമ്മൾ ഒന്നാക്കുന്നത് റിസ്ക്. ഒരു 1.5. ഓക്കെ, ഒരു $2 റിസ്ക് ഇവിടെ എന്നാക്കുന്നു, നമ്മൾ കീപ്പ് ചെയ്തു. എൻട്രി ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇവിടെ നിന്നാണ് എൻട്രി എടുക്കുന്നത്. അപ്പൊ ഇവിടുന്ന് $2 റിസ്ക് എന്നാക്കാം അവിടെ കീപ്പ് ചെയ്യാം. അപ്പൊ എൻട്രി എടുത്തു. എൻട്രി ഇപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും എടുക്കുക എൻട്രി. ഈ ഒരു എൻട്രി എല്ലാവർക്കും എടുക്കുക. $2 അക്സെപ്റ്റ് ലോസ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാവർക്കും ഒന്നാക്കുക ഈ എൻട്രി എടുക്കുക. $2 ലോസ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാവർക്കും ഈ ട്രേഡ് എന്നാക്കുക എടുക്കുക. അപ്പോൾ ഇത് ഞാൻ എടുക്കുന്ന സിസ്റ്റം ആണ്. അപ്പൊ നമ്മൾ എൻട്രി എടുത്തു. എൻട്രി എടുത്തതിന് ശേഷം ഇവിടെ ഇപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത്, അതായത് ഇവിടെ മാർക്കറ്റ് ഇപ്പം ബുള്ളിഷ് ആണ്, നമ്മൾ നോക്കേണ്ട കാര്യമാണ്. അതായത് ആദ്യം ഒരു കാര്യം മനസ്സിലാക്കുക, ഇങ്ങനെ ഒരു സ്ട്രോങ് ബൈ ഇവിടെ വരുന്നുണ്ടെങ്കിൽ അത് 50% കൺഫർമേഷൻ ഓൾറെഡി പാസ് ആണ്. 50% കൺഫർമേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു രീതിയിലുള്ള ഒരു സ്ട്രോങ് ബൈ സ്ട്രോങ് സെൽ എന്നുള്ളത് ഇവിടെ ഫോം ചെയ്ത് വരുത്ത്. 50% കൺഫർമേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു സിസ്റ്റം ഇവിടെ എന്നാല് ഫോം ചെയ്ത് വരുത്ത്. അപ്പൊ ഇവിടെ ഇപ്പം ആദ്യം തന്നെ ഒരു STA എൻ്റർ എന്ന് പറഞ്ഞു വന്നു. ഈ ഒരു ട്രേഡ് ഇതാ ഈ ഒരു ഫോം ഇവിടെ നിന്ന് എക്സിറ്റ് ആവാനും പറഞ്ഞു. അപ്പൊ ഇവിടുന്ന് എടുത്ത ഒരാള് ഇവിടെ എത്തി, ഇവിടുന്ന് ചെറിയ പ്രോഫിറ്റിൽ എക്സിറ്റ് ആയി. വീണ്ടും ഒരു എൻട്രി ഇവിടെ ഞാൻ എന്തുകൊണ്ട് എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ മാർക്കറ്റ് നോക്കുന്ന സമയം ബാക്കിയുള്ള 50% കൺഫർമേഷൻ ഈ ബോക്സിൽ നിന്നാണ് നമ്മൾ എന്താക്കേണ്ടത്, എടുക്കേണ്ടത്. മാർക്കറ്റ് നോക്കുന്ന സമയം ബുള്ളിഷ് ആണ്. ഓക്കെ, പാസ്സായി. മാർക്കറ്റ് ട്രെൻഡ് അലൈൻഡ് ആണ്. അതായത് 15 മിനിറ്റിലും നമ്മൾ 5 മിനിറ്റിലാണ് നമ്മൾ ട്രേഡ് എടുക്കേണ്ടത്. എല്ലാവരും 5 മിനിറ്റിലാണ് ട്രേഡ് എടുക്കേണ്ടത്. 5 മിനിറ്റും 15 മിനിറ്റും ഇപ്പൊ എന്താണ്, ട്രെൻഡ് അലൈൻഡ് ആണ്. രണ്ടിലും ബൈ ആണ് മാർക്കറ്റ്. അപ്പൊ അതായത് 5 മിനിറ്റിലും 15 മിനിറ്റും ട്രെൻഡ് അലൈൻഡ്. അപ്പൊ അതുകൊണ്ട് അതും അലൈൻഡ് ആണ്. ബുള്ളിഷിലേക്ക് വരുമ്പോൾ അത് അലൈൻഡ് ആവണം, പോസിറ്റീവ് തന്നെയാണ്. അക്യുമുലേഷൻ സ്റ്റാറ്റസ് അക്യുമുലേഷൻ ആണ്, അതും പോസിറ്റീവ് തന്നെയാണ്. ബുള്ളിഷിലേക്ക് പോകുമ്പോൾ അതും പോസിറ്റീവ് തന്നെയാണ്. മാർക്കറ്റിൽ ഇപ്പോൾ ഉള്ളത് റീറ്റെയിൽ ട്രേഡേഴ്സ് ആണ്. ഓക്കെ, അതും പോസിറ്റീവ് ആണ്. വോളിയം പ്രഷർ അതും പോസിറ്റീവ് തന്നെയാണ്. വെയിൽ ആക്ട് സ്റ്റേബിൾ ആണ്, വെയിൽസ് മാർക്കറ്റില്ല, നോർമൽ ആണ്, കുഴപ്പമില്ല, അതും പോസിറ്റീവ് ആണ്. സേഫ്റ്റി ഗാർഡ് സെക്യൂർഡ് ആണ്, അതും നമുക്ക് എന്താണ്, പോസിറ്റീവ് ആണ്, അതും നമുക്ക് പോസിറ്റീവ് ആണ്. സെറ്റ് സ്കോർ ഓക്കെ, ചെറിയ രീതിയിൽ മൈനസ് ആണ്, ചെറിയൊരു നെഗറ്റീവ് ആണ്. അപ്പൊ അത് പ്ലസിലേക്ക് വരും. അതായത് ശരിക്കും ബുള്ളിഷിലേക്ക് വരുമ്പോൾ ഇത് പ്ലസിലേക്ക് വരണം. ഇവിടെ ഇത് ഈ ലാസ്റ്റത്തെ 4 കോളം എന്ന് പറയുന്നത് ഇന്റലിജൻസ് ബോക്സ് ആണ്. ഇന്റലിജൻസ് ബോക്സ് ആണ് ലാസ്റ്റത്തെ 1, 2, 3, 4 എന്ന് പറയുന്നത്. നമുക്ക് സെക്യൂർഡ് ആവണ്ട, മേജർ ആയിട്ട് സെക്യൂർഡ് ആവേണ്ട പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു സേഫ്റ്റി ഗാർഡ് വരെ ഉള്ളതാണ്. അതായത് ബുള്ളിഷിലേക്കാണെങ്കിൽ ഇന്റലിജൻസ് ബോക്സ് എപ്പോഴും നമുക്ക് വാച്ച് ചെയ്യാം, അത് മാർക്കറ്റ് കണ്ടീഷൻ. ഇപ്പൊ റൈസിംഗ് റിസ്ക് ആണ് ഇവിടെ കാണിക്കുന്നത്, മേലിലേക്ക് പോകുന്നത് റിസ്കി ആയിട്ടാണ് ഇവിടെ ഉണ്ടാകുന്നത്, അത് മാറും. അത് ഓരോ ക്യാൻഡിലിന്റെ ഇതിന്റെ ഡിഫറൻസിലാണ്. അപ്പൊ ആകെ നമുക്ക് ഒരു പോയിന്റ്, ഒരു ഏരിയ മാത്രമേ നമുക്ക് നെഗറ്റീവ് ഉള്ളൂ, ബാക്കിയൊക്കെ പോസിറ്റീവ് ആണ്. അതായത് ഒരു കാര്യങ്ങൾ കീപ്പ് ചെയ്യുക, ഈ ട്രേഡിൽ $2 ലോസ് അക്സെപ്റ്റ് ചെയ്യുന്നവർ മാത്രം എന്നാക്കുക എൻട്രി ആവുക. അതായത് ഒരു 85% ആണ് ഇതിന്റെ കൺഫർമേഷൻ കിട്ടിയത്. $2 അക്സെപ്റ്റ് ലോസ് വരുന്ന രീതിയിൽ തന്നെ അക്സെപ്റ്റ് ചെയ്യുക, എൻട്രി ആവുക. ഇനി നമ്മൾ വേണ്ടത്, ഒരു ട്രേഡ് എടുത്തു, ഞാനിപ്പോൾ ഇവിടെ ഒരു ട്രേഡ് അറ്റംപ്റ്റ് ചെയ്തു, എൻട്രി ആയി. ഈ ട്രേഡ് കംപ്ലീറ്റ് ആവുന്നത് വരെ നിങ്ങൾ എന്നാക്കുക, അതായത് മാർക്കറ്റിൽ ഉണ്ടാവുക. 1 മണിക്കൂറാണ് മാർക്കറ്റിൽ സ്പെൻഡ് ചെയ്യേണ്ടത്, ഒരേ 1 മണിക്കൂർ മാത്രം. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 5 മിനിറ്റിലെ മാക്സിമം എൻട്രീസ് എന്ന് പറയുന്നത്, അവിടെ SL അടിക്കുകയാണെങ്കിൽ 5 മിനിറ്റിലെ എൻട്രി SL ഹിറ്റ് ആവണമെങ്കിൽ 30 മിനിറ്റ് മതി. 30 മിനിറ്റ് കൊണ്ട് SL അടിക്കുന്നുണ്ടെങ്കിൽ 5 മിനിറ്റിൽ നിന്നാവും SL ഹിറ്റ് ആവും. ഒരു 1 അവർ കൊണ്ട് ആ ട്രേഡ് കംപ്ലീറ്റ് ആവണം. അതാണ് അതിന്റെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്, ഒരു 5 മിനിറ്റിലെ ട്രേഡ് എന്ന് പറയുന്നത്.
അപ്പൊ നിങ്ങൾ മാർക്കറ്റിൽ 1 അവർ ആണ് നിങ്ങൾ എന്താക്കേണ്ടത്, എൻട്രി എടുത്ത് കാര്യങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടത്. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം മാർക്കറ്റിൽ എന്താക്കുക, കാര്യങ്ങൾ വാച്ച് ചെയ്യാം. എന്താണ് കാര്യങ്ങൾ നടക്കുന്നത്, മാർക്കറ്റിൽ എന്താണ് സംഭവിക്കുന്നത്. നമ്മൾ ഈ ബോക്സ് ഒരു എൻട്രി എടുത്ത് കഴിഞ്ഞാൽ ഈ രീതിയിലാണ് വാച്ച് ചെയ്യേണ്ടത്. അപ്പൊ ഇനി അടുത്ത എൻട്രി വരുന്നവരെ അപ്പൊ ഇവിടുന്ന് എന്താണ് ഈ ട്രേഡ് കംപ്ലീറ്റ് ആവോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് എന്താക്കാം, ലൈവ് ആയിക്കൊണ്ട് എന്താക്കാം, വാച്ച് ചെയ്യാം. അപ്പൊ ഈ എൻട്രീസ് കാര്യങ്ങൾ നിങ്ങൾ എടുത്തിട്ടുണ്ടോ, കാര്യങ്ങൾ ഒന്ന് ടൈപ്പ് ചെയ്യാം. ഇതേപോലെ എൻട്രി എടുക്കാം. ലോസ് മാക്സിമം 3 ആണ്. നമ്മൾ 2% ഓക്കെ, നമുക്കിവിടെ 2% ആക്കാം. ഞാൻ ഇവിടെ 2 വെച്ചിട്ടുണ്ട്. അവിടെ ഞാൻ 2% റിസ്ക് ആണ് വെക്കേണ്ടത്. $2 ലോസ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാവരും ഈ ട്രേഡ് എടുക്കാം. $100 ആണ് ക്യാപിറ്റല്. ഇന്നത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് $5 ആണ്. എന്റെ ഇന്നത്തെ ടാർഗറ്റ് $5 ആണ്. $100 നിങ്ങൾക്ക് അതിന്റെ ഒരു കോമ്പൗണ്ടിങ് സിസ്റ്റം എല്ലാവർക്കും തരും, ഒരു പാറ്റേൺ തരും, ഒരു സിസ്റ്റം തരും, എന്താണ് കോമ്പൗണ്ടിങ് എന്നുള്ളത്. ഇന്നത്തെ നിങ്ങളെയും എന്റെയും ടാർഗറ്റ് $5 ആണ്. വെറും $5 ആണ് എന്റേതും നിങ്ങളത് ഇതിലുള്ള എല്ലാവരെയും ടാർഗറ്റ് $5 ആണ്. ഇന്ന് $5 നമ്മൾ മേക്ക് ചെയ്താൽ മതി. വെറും $5. അതിൽ കൂടുതൽ ഇന്ന് മേക്ക് ചെയ്യണ്ട. 1 മണിക്കൂറേ നമ്മൾ സ്പെൻഡ് ചെയ്യും. 1 മണിക്കൂറാണ് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ എല്ലാവരും? ഇതിൽ ഈ എൻട്രി എടുത്ത ആൾക്കാരൊന്ന് കൈവന്തിക്കുക, ഒന്ന് കാര്യങ്ങൾ ഒന്ന് ഗ്രൂപ്പിൽ ഒന്ന് ലൈക്ക് അടിക്കുക. ഈ എൻട്രി എടുത്ത ആൾക്കാർ $2 അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന എത്ര ആൾക്കാരുണ്ടെന്ന് ഞാൻ നോക്കട്ടെ. ട്രേഡ് എക്സിക്യൂഷൻ, ട്രേഡ് മാർക്കറ്റിൽ തന്നെ എടുക്കണം. ആ കാര്യങ്ങൾ വാച്ച് ചെയ്യേണ്ടതാണ്. ട്രേഡ് എടുക്കുന്ന സമയം ലിമിറ്റ് ഓർഡറിൽ ട്രേഡ് എടുത്തുകൂടാ, മാർക്കറ്റിൽ വേണം ട്രേഡ് എൻട്രി ആവാൻ. അപ്പൊ ഇവിടെ റോക്കറ്റ് എന്ന് പറയുന്ന ഒരു ഇത് വന്നു. ഇത് നമുക്കൊന്ന്, ഇതൊരു പോസിറ്റീവാണ്, നല്ല ഒരു പോസിറ്റീവ് സൈൻ ആണ് റോക്കറ്റ്. അതായത് നല്ല രീതിയിൽ മാർക്കറ്റ് പമ്പിങ് ഉണ്ടാകുമ്പോഴാണ്, അതായത് ആ ക്യാൻഡലിന്റെ അടിയിലൊക്കെ റോക്കറ്റ് വരികയാണെങ്കിൽ അതൊരു പോസിറ്റീവാണ് മേലിലേക്കുള്ളത്. ഓക്കെ, അപ്പൊ കുറെ ആൾക്കാർ ഇപ്പൊ $2 അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ട്രേഡ് എടുത്തിട്ടുണ്ട്. ഈ $2 അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തവർക്ക് നമുക്ക് ട്രേഡ് എടുക്കാം. അത് 100% കൺഫർമേഷൻ, അതായത് 90 എബോവ് കൺഫർമേഷനിൽ വരുന്ന ട്രേഡ്സ് ആണ്. അത് നെക്സ്റ്റ് ഇതിൽ വരുന്നതാണ്. അപ്പൊ നമ്മൾ ഇന്നത്തെ ടാർഗറ്റ് $5 ആണ്. $5 നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് മേക്ക് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. സിസ്റ്റം നമുക്ക് പഠിക്കാം. $5 $100 ക്യാപിറ്റൽ. ഈ ട്രേഡിൽ നമ്മൾ വെച്ചിട്ടുള്ളത് $2. അതായത് 1% റിസ്ക് വെച്ചാൽ അത് ഞാൻ നമുക്ക് ഓക്കെ മാക്സിമം $2 ഞാൻ നടക്കുന്ന ഈ ട്രേഡിൽ വെച്ചിട്ടുണ്ട്. ഇപ്പൊ കുറെ ആൾക്കാർ ഇപ്പൊ എടുത്തിട്ടുണ്ട്, എൻട്രി എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ അല്ലേ? ഇതുവരെ ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞ അതായത് ഈ രീതിയിൽ മതിയില്ല കാര്യങ്ങൾ, ഈ രീതിയിൽ പറഞ്ഞ പോലെ, അതായത് ഭയങ്കരമായി നിങ്ങൾക്ക് സിസ്റ്റമാറ്റിക്കും ഭയങ്കരമായി പ്രൊഫഷൻ ആ രീതിയിലേക്ക് വേണം. ഈ രീതിയിൽ കാര്യങ്ങൾ മതിയില്ലേ? ഓക്കെ അല്ലേ? ഇത് മനസ്സിലാവുന്നുണ്ടല്ലോ കാര്യം? ഓക്കെ, ഈ രീതിയിൽ, അതായത് ഞാൻ എടുക്കുന്ന രീതിയാണ് ഇവിടെ കാണിക്കുന്നത്. ഞാൻ എന്താണ് മാർക്കറ്റിൽ ചെയ്യുന്നത് ആ രീതി മാത്രമാണ് ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഓക്കെ, ഓക്കെ. ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്താക്കാ, അവിടെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഡൗട്ട് ചോദിക്കാം നമുക്ക്. ഡൗട്ട് ഓക്കെ, ഡൗട്ട് ഓക്കെ, ഞാൻ മൈക്ക് ഓൺ ആക്കുന്നുണ്ട്. ഡൗട്ട് ചോദിക്കാം. ഓക്കെ, അതായത് ഇപ്പം ചോദിച്ച ആള് എല്ലാവരും ഒരുമിച്ച് മൈക്ക് ഓൺ ആക്കിയിട്ട് ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവും. ഞാൻ മൈക്ക് ഓപ്പൺ ആക്കുന്നുണ്ട്. ഓരോരുത്തരും ഓരോരുത്തർക്കും കാര്യങ്ങൾ ചോദിക്കാൻ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, മൈക്ക് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ജസ്റ്റ് ഒരാൾ കൈവന്തിക്കുക, ആദ്യം ഒരാൾ ചോദിക്കാം. രാകേഷ്. യെസ് യെസ് യെസ്. 0.01 ആവാത്തത് നിങ്ങള് റെഡ് മാർക്ക് കാണിക്കുകയാണെങ്കിൽ അതിലെ എമൗണ്ട് $100 എത്ര ഡോളർ ഉള്ളത്? $100 ഏതെങ്കിലും ട്രേഡ് ഓപ്പൺ ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഓപ്പൺ ആയിട്ടില്ല. സെറ്റിങ്സ് ഒന്നും മാറ്റാനില്ല. നിങ്ങൾ ഒരു അക്കൗണ്ട് കൂടി തുടങ്ങിയാൽ മതി. അത് ഒന്നെങ്കിൽ
അത് നിങ്ങൾ എടുത്ത ലോട്ടിൽ വ്യത്യാസം വന്നിട്ടുണ്ടാവും. ഓക്കെ, ഓക്കെ ഓക്കെ. മൈക്ക് ഓഫ് ആയിക്കോ, ഓഫ് ആയിക്കോ. ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ട്. ഹലോ. ഓക്കെ, കൺഫ്യൂഷൻ. അപ്പൊ ഞാൻ ഒരു സിമ്പിൾ ആയിട്ട് ഒരു കാര്യം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ എന്നാക്കുന്നു, ഇതെല്ലാം ഓഫ് ആക്കുന്നു. ഓക്കെ, അല്ല അതായത് ആ ഓക്കെ. അപ്പൊ ഞാൻ സിമ്പിൾ ആയിട്ട് ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞത്, അതായത് നോർമലി ഇപ്പം ഈ രീതിയിലാണ് ചാർട്ട് എല്ലാവരും കാണുന്നത്. ഈ രീതിയിലാണ് എല്ലാവരും കാണേണ്ടത്. അപ്പം അവിടെ നമ്മൾ ബാക്ക് എൻഡ് ക്രാക്ക് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാം വിസിബിൾ ആക്കി തന്നു. ഇതിന്റെ ബാക്ക് എൻഡിൽ നടക്കുന്ന കാര്യങ്ങൾ ഇവിടെ വിസിബിൾ ആക്കി തന്നതാണ്. അപ്പൊ ഇതില് നിങ്ങൾ നോക്കേണ്ട കാര്യങ്ങൾ, നിങ്ങൾ ലൈൻസോ കാര്യങ്ങളോ ഇതൊന്നും നോക്കണ്ട. നിങ്ങൾ നോക്കേണ്ടത് ഒരു എൻട്രി വരുമ്പോൾ, ഓക്കെ, ഒരു എൻട്രി കൺഫർമേഷൻ. ഈ ഒരു എൻട്രി നിങ്ങൾ നോക്കേണ്ടതാണ്. ഈ ST എൻട്രി നിങ്ങൾ പഠിക്കേണ്ടതാണ്. എക്സിറ്റ് നിങ്ങൾ പഠിക്കേണ്ടതാണ്. ഈ റോക്കറ്റ് നിങ്ങൾ പഠിക്കേണ്ടതാണ്. ഈ ചാർട്ടിൽ ഇത്രേ പഠിക്കണ്ടു. ഇതിൽ ഈ സ്ക്രീനിൽ പിന്നെ എക്സോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് വരും. ഈ 5 കാര്യങ്ങളാണ് നിങ്ങൾ അതിൽ മനസ്സിലാക്കേണ്ടത്. 5 കാര്യങ്ങൾ എന്തുകൊണ്ട് വരുന്നതെന്നുള്ളതാണ് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമുള്ളൂ. വേറെ ഒന്നും നിങ്ങൾ അതിൽ പഠിക്കണ്ട. പിന്നെ നിങ്ങൾ പഠിക്കേണ്ടതാണ് നമ്മൾ ഇതിലുള്ള ഈ 12 ഈ ബോക്സ്. ഇതിൽ വേണ്ടത് മാത്രം വിസിബിൾ ആക്കാന്ന് പറയുന്നത്, ഇതൊക്കെ ഇതിന്റെ ഓരോ സ്ട്രാറ്റജി ബാക്ക് എൻഡിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ്. അത് ഓഫ് ചെയ്യാൻ പറ്റൂല. ഇതൊരൊറ്റ സോഫ്റ്റ്വെയർ ആണ്. ഓരോന്നും അല്ല അത്. അപ്പൊ അത് അതായിട്ട് സിങ്ക് ചെയ്ത് എടുക്കാനുള്ള ടൈം മാത്രമേ എടുക്കൂ. അതായിട്ടൊന്ന് സിങ്ക് ചെയ്യാനുള്ള ഒരു ടൈം. അത് ഒരു ദിവസം നമ്മൾ സ്റ്റാർട്ടിങ് അല്ലേ, 1 2 3 ദിവസം കൊണ്ട് നമുക്ക് ചെയ്യാം. അത് ഓക്കെ അല്ലേ? യെസ്. ഓക്കെ. അതായത് ഞാൻ സിമ്പിൾ ആയിട്ട് നമ്മളിപ്പോ എടുത്ത എൻട്രി ഇവിടുന്നാണ്. ഈ പോയിന്റ് നിന്നാണ് നമ്മൾ എൻട്രി എടുത്തത്. ഞാൻ എൻട്രി പോയിന്റ് ഞാൻ മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. നമ്മൾ എടുത്ത എൻട്രി പോയിന്റ് ഈ ഏരിയയിൽ നിന്നാണ് നമ്മൾ ട്രേഡ് എടുത്തത്. ഈ ട്രേഡ് എടുത്തു. നമ്മൾ ഇവിടെ എത്ര റിസ്ക് വെക്കണം എന്ന് ഇവിടെ റിസ്ക് സ്കോറിൽ ഈ ബോക്സിൽ കാണിച്ചു തരും. എത്ര % റിസ്ക് വെക്കണം എന്നുള്ളത്. ഇവിടെ 3% റിസ്ക് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ 3% റിസ്ക് വെക്കണം. ഇപ്പൊ അവിടെ 1 ഉള്ളത്. ഞാൻ ഇവിടെ 1% റിസ്ക് കീപ്പ് ചെയ്യുന്നു. ഓക്കെ. റിസ്ക് അതായത് ഇവിടെ ഇതാണ്ടോ, ഈ നമ്മളെ ബോക്സിൽ, അതായത് നമ്മളെ 12 ഇത് വരുന്ന ബോക്സിൽ റിസ്ക് സ്കോർ എന്ന് പറഞ്ഞ ഏരിയയിൽ 10/1 ആണ്. അതായത് ഇതിൽ മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലേക്ക് വരാനുള്ള ചാൻസ് 1% ആണ്. അത് സപ്പോർട്ട് വരാനുള്ള ചാൻസ് കുറവാണ്. ഇനി അഥവാ സപ്പോർട്ട് വരേണ്ട ചാൻസ് ഉണ്ടെങ്കിൽ അവിടെ 2% പറയും. മാക്സിമം 3 വരെ അവിടെ. അല്ല, റോക്കറ്റ് എന്ന് പറയുന്നത് അത് ഇതിന്റെ ഫൈനൽ റോക്കറ്റ് വരുന്നുണ്ടെങ്കിൽ ആ ട്രേഡ് അവിടെ ഹോൾഡ് ചെയ്യാൻ നിങ്ങൾക്ക്. അതായത് മാർക്കറ്റിൽ വലിയൊരു ടീം എൻട്രി ആവുന്നുണ്ട്. ഇപ്പൊ ഈ ഒരു ട്രേഡ്, ഇവിടുന്ന് വന്ന ട്രേഡ്, ഇത് നമ്മൾ രണ്ടാമത് എടുത്ത എൻട്രി ആണ്. ശരിക്കും ഇവിടുന്നാണ് എൻട്രി പോയിന്റ്. ഇത് സെക്കൻഡ് ചാൻസ് ആണ്. ഇവിടുന്ന് എടുത്ത എൻട്രി, അതായത് നമ്മള് ഈ സ്ട്രോങ് ബൈ ആണ് എൻട്രി. നമ്മൾ ഇപ്പൊ നിലവിൽ എടുത്തത് രണ്ടാമത്തെ കൺഫർമേഷൻ എൻട്രി പോയിന്റ്. ഈ എൻട്രി ഇവിടെ ക്ലോസ് ചെയ്ത് ചുരുക്കും. ഈ STA എൻഡർ എന്ന് പറഞ്ഞ എൻട്രി ഇവിടെ കണ്ട, STA എൻഡർ, ഈ എൻട്രി ഇവിടെ എക്സിറ്റ് ആകാൻ പറഞ്ഞു. അവിടെ പ്രോഫിറ്റ് എടുത്ത് എക്സിറ്റ് ആകാൻ പറഞ്ഞു. ഇത് സെക്കൻഡ് എൻട്രിയാ. ഇത് ഈ TP1 ഇത് സെക്കൻഡ് എൻട്രി. ഇവിടെ നന്നായി മാർക്കറ്റ് റോക്കറ്റ് വന്നു, കാര്യങ്ങൾ അലൈൻഡ് ആണ്. ഇവിടുന്ന് സെക്കൻഡ് എൻട്രി ആയത്. ഓക്കെ. അപ്പൊ അത് സെക്കൻഡ് എൻട്രിയിലേക്ക് നമ്മൾ എൻട്രി ആയി. ഇപ്പൊ ഞാൻ അതാണ് ഈ സെക്കൻഡ് എൻട്രിയുടെ കൺഫർമേഷൻ എന്ന് പറയുന്നത്, ഈ ബോക്സിൽ നമുക്കൊരു 85% കിട്ടിയാൽ മതി. ബോക്സ് ഇത് കണ്ടു. ഇപ്പം ബോക്സ് എന്താണ് കളറ്? ഫുള്ളി ഗ്രീൻ ആണ്. ഈ ബോക്സിൽ ഇപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ഫുള്ളി അലൈൻഡ് ആണ് ബുള്ളിഷിലേക്കുള്ളത്. മാർക്കറ്റ് ഫുള്ളി അലൈൻഡ് ആണ്. പിന്നെ ഈ റോക്കറ്റ് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു വലിയ ടീം എൻട്രി ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു മൂവ്മെന്റിലാണ് ഉള്ളത്. ഒരു മൂവ്മെന്റിനാണ്.
അപ്പൊ അത് അത് ഈ 5 ദിവസം കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചാർട്ടിൽ വരുന്ന ഓരോ കാര്യത്തിനും ഓരോ എന്തുണ്ട് കാര്യങ്ങളുണ്ട് ബാക്ക് എൻഡിൽ നടക്കുന്നത്. അത് നമ്മൾ പഠിക്കുമല്ലേ. ആ പുതിയ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടും സെയിം ആണ്. നിങ്ങൾ എൻട്രി എടുക്കുമ്പോൾ എന്താണ് കാണുന്നത്? 0.0 കൊടുത്ത് റെഡ് ആണ്. അത് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ചെയ്യാൻ എന്നാൽ എന്താണ് ഞാൻ ചെക്ക് ചെയ്യാം കേട്ടാ. ചെക്ക് ചെയ്യാം. ക്യാൻഡിൽ ഹൈക്കനാശിലേക്ക് ആക്കണം. ഓക്കെ, അതാക്കിക്കോ. ക്യാൻഡിൽ ഹൈക്കനാശിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ കോംപ്ലിക്കേഷൻ ഒക്കെ കുറയും. ഹൈക്കനാശി ക്യാൻഡിൽസിൽ നിങ്ങൾക്ക് വളരെ അതായത് എൻട്രി കുറയും. പക്ഷെ അത്രയും ഒരു 50% കൺഫർമേഷൻ ആ എൻട്രി വന്നപാടുണ്ടാവും. 50 നിർബന്ധ. ബാക്കി 50 മാത്രമേ നമ്മൾ കൺഫർമേഷൻ എടുക്കണ്ടു. ബാക്ക്ഗ്രൗണ്ട് അതൊന്ന് ഓഫ് ചെയ്യോ നിങ്ങൾ? മ്യൂട്ട് ചെയ്യോ ഒന്ന്? ഞാനൊന്ന് അതാണ് ഞാൻ. ഓക്കെ, അടുത്ത ആള് ചോദിക്കാം. ഒരാൾ ചോദിക്കാൻ അവിടെ ഓഫ് ചെയ്യാം കേട്ടോ മൈക്ക്. എന്നാൽ എല്ലാവർക്കും ചോദിക്കാൻ പറ്റും. ഹൈക്കനാഷ് ക്യാൻഡിൽ നിങ്ങൾ ജസ്റ്റ് ഇതാ ഇവിടെ ക്യാൻഡിൽസിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ കണ്ട ക്യാൻഡിൽ ബാർ ടോപ്പിൽ. ഈ ക്യാൻഡിൽ ബാറിൽ പോയി കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവും? ഏറ്റവും ലാസ്റ്റ് ഇതാ ഹൈക്കനാഷ് ക്യാൻഡിൽ ഉണ്ടാവും. ഇത് ഹൈക്കനാഷ് ക്യാൻഡിലാണ് ടോട്ടലി. അപ്പൊ അത് കഴിഞ്ഞു. അടുത്തത് എമൗണ്ട് ചോദിക്കുന്നുണ്ട്. എമൗണ്ട് എന്ന് പറയുന്നത് ഇത് റോക്കറ്റ് സൈൻ വരാത്തത് നിങ്ങൾ എടുത്തിട്ടുണ്ടാകുന്ന, അതായത് ഞാൻ ഇതിൽ ഓൺ ആക്കിയിട്ടുള്ള ചാർട്ട് ബിനാൻസിന്റെ ആണ്. എല്ലാവരും അതന്നെ എടുത്തോ. XAUSDT.P ബിനാൻസിന്റെ ഓപ്പൺ ചെയ്യുക. നിങ്ങൾ എടുത്തത് ഓൺ ഡേ ആയിരിക്കും. ഓക്കെ, അത് അവര് ഇത് വ്യത്യാസം വരുന്നതാണ്. നിങ്ങൾ ബിനാൻസിന്റെ എടുത്താൽ മതി, കുഴപ്പമില്ല. XAUSDT ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്ത് തരാം. XAUSDT.P ഇതാ ഞാൻ എടുത്തത് ബിനാൻസിന്റെ ചാർട്ടാണ്. അത് എടുക്കുന്നെങ്കിൽ അതന്നെ ഓൺ ആക്കിയാൽ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, നിങ്ങൾ എടുക്കുന്ന MT5 ട്രേഡ് ചെയ്യുന്ന സമയം ഒവാണ്ടന്റെ ചാർട്ട് അനലൈസ് ചെയ്യുക. അതായത് ഒവാണ്ട എന്ന് പറഞ്ഞ ചാർട്ട് ഉണ്ട്, XAUSDT. അതായത് ഇതാണ്, ഈ ചാർട്ടാണ് MT5 ട്രേഡ് ചെയ്യുന്ന സമയം എന്നാക്കേണ്ടത് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. ഒവാണ്ട എന്ന് പറഞ്ഞ ചാർട്ടാണ്. ടൂൾ എടുക്കുന്നതാണോ? നിങ്ങൾ ഇൻഡിക്കേറ്ററിൽ പോവാ. ഇൻഡിക്കേറ്ററിൽ അവിടെ ഇൻവൈറ്റ് ഓൺലി എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടാവും. അതിൽ ആ ടൂൾ എന്നാക്കാം. അതിൽ പോയതിനു ശേഷം അതൊന്ന് ക്ലിക്ക് ചെയ്താൽ അവിടെ ഇംപ്ലിമെന്റ് ആവും. ഓക്കെ, എന്നിട്ട് ക്യാൻഡിൽ ഹൈക്കനാഷ് ക്യാൻഡിലേക്ക് മാറ്റാം. ഓക്കെ, നിങ്ങൾക്ക് ഇതിന്റെ കൂടെ ഞാനൊരു കോമ്പൗണ്ടിങ് സിസ്റ്റം 5ാമത്തെ ദിവസം ഞാൻ തരും. നിങ്ങൾക്ക് ഒരു സാധനം തരും, എല്ലാവർക്കും ഒരു PDF തരും. ആ PDF-ലാണ് ഞാൻ ഇപ്പൊ ഫോളോ അപ്പ് ചെയ്തിട്ട് നമ്മൾ എന്നാക്കല് ട്രേഡ് പോകല്. ഇതിൽ നമുക്ക് ഇന്നത്തെ ടാർഗറ്റ് $5 നമുക്ക് ഇന്ന് മേക്ക് ചെയ്യേണ്ട ടാർഗറ്റ് എന്ന് പറയുന്നത്. $5 മാത്രം ഇന്ന് എന്നാക്കേണ്ടത് നമ്മള് മേക്ക് ആക്കണ്ടു. $5 എന്നാക്കാം, ടാർഗറ്റ് കീപ്പ് ചെയ്യാം. XAUSDT എടുക്കുമ്പോ BTCയുടെ ചാർട്ട് അല്ലല്ല വരുത്ത്. ഇതാ ഞാൻ ഒന്നുകൂടി ടൈപ്പ് ചെയ്ത് സ്ക്രീൻ കാണുന്നുണ്ടല്ലോ. XAUSDT.P അവിടെ ബിനാൻസ്. മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്യാം. മൈക്ക് ഓൺ ആക്കിയിട്ട് പറയുമ്പോൾ ഒന്ന് മ്യൂട്ട് ചെയ്യാം കേട്ടാ. ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉള്ളത് കൊണ്ടാണ്. വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, അതാണ് കേട്ടാ.
നമ്മള് ഇപ്പൊ ഓൾമോസ്റ്റ് ഒരു 26 മിനിറ്റ് ആയി ഒരു ട്രേഡ് എടുത്തിട്ട്. പ്രൈസ് ഐഡന്റിഫൈ ഡിഫറൻസ് ഉള്ളത് XUSDT ചാർട്ട് പ്രൈസ് 5 മിനിറ്റ്സ് തന്നെയാണ്. ഇപ്പൊ ഈ പ്രൈസിന്റെ കാര്യം ഇപ്പൊ ഇവിടെ പറയുന്നുണ്ട്. പ്രൈസ് ഡിഫറൻസ് ഉള്ളത്, അതായത് അത് ചാർട്ടിൽ അവര് ബ്രോക്കറിന്റെ പ്രൈസിങ് ഡിഫറൻസ് ആണ് കേട്ടോ കാണിക്കുന്നത്. അതായത് നിങ്ങൾ പോവാണ്ട ചാർട്ടിൽ 5 പോയിന്റ് കുറവായിരിക്കും. ഇതിപ്പോ ബിനാൻസിന്റെ ചാർട്ടിൽ ബ്രോക്കറും ബിനാൻസും സെയിം ആണ്. നിങ്ങളെ ബ്രോക്കർ, അതായത് ഏത് ബ്രോക്കറാണ് ഉപയോഗിക്കുന്നത്, ആ ബ്രോക്കറിൽ എത്രയാണ് എമൗണ്ട് വാല്യൂ ഉള്ളത്, അതേ ചാർട്ട് വേണം ഇവിടെ ഓപ്പൺ ചെയ്യാൻ. ഐക്യനാഷിന്റെ സ്പെല്ലിംഗ് ഇതാ ഇവിടെ തന്നെ ഉണ്ട്. HEIKINASHI. ഐക്യനാഷ്. ഐക്യനാഷി ആക്കാനുള്ള കാരണം എന്ന് പറയുന്നത്, നമ്മൾ ഇതിന്റെ നമുക്ക് ഐക്യനാഷിൽ എൻട്രീസ് കുറയും. അത് വരുന്ന എൻട്രി ഓൾമോസ്റ്റ് ഒരു 60% കൺഫർമേഷൻ എൻട്രീസ് ആണ് വരുന്നത്. നിങ്ങൾക്ക് നോർമൽ ക്യാൻഡിൽ ഇട്ട് ഉപയോഗിക്കാം. നോർമൽ ക്യാൻഡിൽസിൽ മൾട്ടിപ്പിൾ സ്മോൾ എൻട്രി, മൾട്ടിപ്പിൾ എൻട്രി ആണ് ഉണ്ടാവല് നോർമൽ ക്യാൻഡിൽസിലേക്ക് വരുന്ന സമയം. അതായത് ഇപ്പൊ ഇവിടുന്ന് നോർമൽ ക്യാൻഡിൽസിൽ ഇട്ട് കഴിഞ്ഞാല് ഇതാ ഏതാണ് അത് ക്ലിക്ക് ചെയ്താൽ വരും. ഓക്കെ, അത് ക്ലിയർ ചെയ്യാം. അതായത് ജസ്റ്റ് നിങ്ങൾ മൊബൈലിലാണ് എടുക്കുന്നത്. ഓക്കെ, മൊബൈലിൽ ആ 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചാർട്ടിൽ പോയി കഴിഞ്ഞാൽ ഏറ്റവും താഴെ ഉണ്ടാവും. നിങ്ങൾ സെർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് ഇൻഡിക്കേറ്റേഴ്സിൽ സെർച്ച് ചെയ്യല്ല വേണ്ടത്. ആ മൊബൈലിൽ താഴെ ഒരു 3 ഡോട്ട് കണ്ടോ? ഏറ്റവും ഡൗണിൽ ഒരു 3 ഡോട്ട് ഉണ്ടാവും. ആ 3 ഡോട്ട് ക്ലിക്ക് ചെയ്താൽ അതിൽ ചാർട്ട് എന്ന് പറഞ്ഞിട്ട് വരും. ഒന്ന് മേലേക്ക് ആക്കി കഴിഞ്ഞാല് സൈനോട്ടല്ല, അതിൽ ചാർട്ട് എന്ന് പറഞ്ഞിട്ട് വരും മൊബൈലിൽ. അതിലുണ്ടാവും 3 ഡോട്ട് ക്ലിക്ക് ചെയ്താൽ ഒന്ന് താഴേക്ക് സ്വൈപ്പ് ചെയ്താൽ അവിടെ ചാർട്ട് എന്ന് പറഞ്ഞിട്ട് വരും. ഓക്കെ, അത് 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 ഞാൻ അതിന്റെ ഒരു റെക്കോർഡ് ഞാൻ അയച്ചുതരാം. ഇപ്പൊ കുഴപ്പമില്ല. ഇപ്പൊ തൽക്കാലം ഇത് വാച്ച് ചെയ്യാം. നമുക്ക് ഞാൻ റെക്കോർഡ് അയച്ചുതരാം. അത് നമുക്ക് ഫസ്റ്റ് ഡേ അല്ലേ ഇന്ന്, ഇങ്ങനെ ഇതായിട്ട് നാളത്തേക്ക് ഞാൻ എന്താക്കുക, നിങ്ങൾക്കുള്ള ഇപ്പൊ ഇത് ഇന്ന് സെക്ഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാലും നിങ്ങൾക്കുള്ള ഡൗട്ടുകളൊക്കെ എന്താക്കുക, നിങ്ങളെ ടീമിനായിട്ട് ഒന്ന് കണക്ട് ചെയ്യുക. അത് ഞാൻ പറഞ്ഞു തരും എന്താണെന്ന്. ഫസ്റ്റ് ഡേ ആയതുകൊണ്ടാണ് എല്ലാവർക്കും അത് ആ സാധനം സെറ്റിങ്ങിന്റെ ഒരു ഇത് കാണുന്നത്. അത് കുഴപ്പമില്ല, നമുക്ക് റെഡി ആക്കാം. അത് കാര്യം റെഡി. ആ ഡേ മാത്രം ചൂസ്. അത് യെസ്, അത് ഇവിടെ പോയി കഴിഞ്ഞാല് നിങ്ങൾ ലാപ്പിലാണോ മൊബൈലിലാണോ? ലാപ്പിലും മൊബൈൽ അതിന്റെ ഇന്റർഫേസ് സിസ്റ്റത്തിൽ ഈ ഒരു എന്താ ഏരോ കണ്ടാ ടൈമിന്റെ ഇവിടെ ഇല്ലേ? ടോപ്പിൽ 1 മിനിറ്റ് 5 മിനിറ്റ് ആ ഏരോ ക്ലിക്ക് ചെയ്താൽ ഇവിടെ ടൈമൊക്കെ വരും. അത് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി, സ്റ്റാർ ഇട്ട് വെച്ചാൽ മതി. അത് ഈ മൊബൈലും ആ മൊബൈലും ലാപ്പിലും കാര്യങ്ങൾ സെറ്റിങ്സിന്റെ ഡിഫറൻസ് ഉണ്ട്. അപ്പൊ ഞാൻ മൊബൈലിൽ ഉള്ളത് ഞാൻ ഇതിന്റെ ഒരു റെക്കോർഡ് തരും, അയച്ചു തരും നിങ്ങൾക്ക് എങ്ങനെയാണ് എടുക്കേണ്ടത്. 5 മിനിറ്റിലേക്ക് ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. 5 മിനിറ്റിലേക്ക് വരും. നെറ്റ്വർക്കിന്റെ എന്തെങ്കിലും ആയിരിക്കും. ഓരോ പോയിന്റുകൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ, ഇതിപ്പോ ഞാൻ എങ്ങനെയാണ് എടുക്കുന്നത് ആ കാര്യങ്ങൾ നിങ്ങൾക്ക് നേരെ ഷെയർ ചെയ്യാണ് ചെയ്യുന്നത്. ക്യാമറ അതിന്റെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ച് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അതൊന്ന് അല്ലെങ്കിൽ ഒന്ന് ലോഗൗട്ട് ചെയ്ത് ലോഗിൻ ചെയ്താൽ എന്തെങ്കിലും ബഗ് ആയിരിക്കും ട്രേഡിംഗ് വേണ്ടി. പ്രശ്നമില്ല. പ്രൈസ് ഡിഫറൻസിന്റെ ഞാൻ പറഞ്ഞല്ല. പ്രൈസ് ഡിഫറൻസിന്റെ അത് നിങ്ങൾ എടുക്കുന്ന ബ്രോക്കർ, ഇപ്പൊ ഇതിലിപ്പോ ഫിനാൻസിന്റെ ചാർട്ടാണ്. ഫിനാൻസിന്റെ ചാർട്ടിൽ ഇപ്പോ എത്രയാണുള്ളത്? ഫിനാൻസിന്റെ ചാർട്ടിൽ ഇപ്പൊ 43.58 ഫിനാൻസിന്റെ ചാർട്ടിലുള്ളത്. ഈ 43.58 തന്നെയാണ് ഫിനാൻസിന്റെ ബ്രോക്കറിന്റെ ചാർട്ടിലുള്ളത്. ആപ്പിൽ നോക്കിക്കഴിഞ്ഞാലും സെയിം പ്രൈസ് ആണ്. അപ്പൊ ആ സെയിം തന്നെ എടുക്കാം. അപ്പൊ നിങ്ങൾ നിങ്ങളെ സ്റ്റാറോ ഏതാണ് അതിലുള്ള പ്രൈസ് ഏതാണ് ആ ചാർട്ടിനെ ഇതിൽ ഓപ്പൺ ചെയ്യാം. MT5 എല്ലാ ബ്രോക്കറിന്റെയും സെയിം വാല്യൂ ഉള്ള ചാർട്ടാണ്. ഓവാണ്ട എന്ന് പറയുന്ന ചാർട്ടാണ്. അത് പറയാൻ കാരണം ഇവിടെ ട്രേഡ് ഇവിടെ ഞാൻ കാണിച്ചു തരാം. XAUUSDT
ഈ ഒവാണ്ട എന്ന് പറയുന്ന ചാർട്ടാണ്. ഈ ചാർട്ടാണ് MT5 യൂസേഴ്സ് എടുക്കേണ്ടത്. ഒവാണ്ട എന്ന് പറയുന്ന ചാർട്ടാണ്. ഓക്കെ, അത് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ അതേപോലെ തന്നെ ഇനിയിപ്പം ഗോൾഡ് നമ്മളൊരു എൻട്രി, ഈ സെയിം പ്രൊസീജിയർ ഇനിയിപ്പം വേറെ ഏതെങ്കിലും മാർക്കറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവാം. അതായത് BTC-യോ ക്രിപ്റ്റോ, ഞാൻ പേഴ്സണലി എത്തീരിയം ചെയ്യുന്ന മൈക്ക് ഒന്ന് ഓഫ് ചെയ്യാട്ടാ, ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ട്. ഏതാ പ്രോഫിറ്റില്ല, നേരത്തെ എന്റെ പ്രോഫിറ്റിലാണ്. ഇതാ $2 എത്താനായി. നമ്മള് $1 റിസ്ക്, ഇതൊക്കെ ഇത് കണ്ട, ഇപ്പൊ ഈ ബോക്സ് കണ്ട, നിങ്ങൾക്ക് ധൈര്യമായി അവിടെ നിൽക്കാം. ഓക്കെ, ഓൾ മൂട്ട് കൊടുക്കുക. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഓപ്പൺ ആക്കാം. ഓക്കെ, മൈക്ക് ഓഫ് ആക്കിയിട്ടുണ്ട് എല്ലാവരും. ഇപ്പൊ ഇവിടെ നേരത്തെ എടുത്ത എൻട്രി ഇവിടെ ലൈവ് ആണ്. നമുക്ക് $5 ആണ് നമ്മുടെ ടാർഗറ്റ്. $1 ആണ് ഇവിടെ റിസ്ക് വെക്കാൻ പറഞ്ഞത്. $1 നമ്മൾ റിസ്ക് കീപ്പ് ചെയ്തിട്ടുണ്ട്. $1 നഷ്ടം വന്ന $1. ഓക്കെ, നമ്മൾ നേരത്തെ $2 ഓക്കെ, മാക്സിമം ഞാൻ $2 വെച്ചാണ്. നമ്മൾ അവിടെ ട്രേഡ് എടുത്തു. നമ്മളെ ടാർഗറ്റ് $5 ആണ്. ഓൾമോസ്റ്റ് 32 മിനിറ്റ് ഇപ്പൊ നമ്മൾ ഈ ട്രേഡ് എടുത്തു, കാര്യങ്ങൾ മാർക്കറ്റിലിരുന്നു 32 മിനിറ്റ്. ഞാൻ ആദ്യം നിങ്ങളോട് തുടങ്ങുന്നതിന് മുന്നേ ഒരു കാര്യം നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അരമണിക്കൂർ ലോസ് ആകുന്നുണ്ടെങ്കിൽ അരമണിക്കൂർ കൊണ്ട് ലോസ് ആവും. ബാക്കിയുള്ള അരമണിക്കൂർ ആണെങ്കിൽ പ്രോഫിറ്റ്. ആ അരമണിക്കൂറിലും പ്രോഫിറ്റ് ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം എന്താണ് അടുത്ത ചെയ്യാനുള്ളത് എന്നുള്ളത്. ഞാൻ വളരെ സിമ്പിൾ ആക്കി കോംപ്ലിക്കേഷൻ ഇല്ലാത്ത രീതിയിലാണ് കാര്യങ്ങൾ പറയുന്നത്. നിങ്ങൾ 5 ദിവസം ആകുമ്പോൾ കാര്യങ്ങളൊക്കെ പാക്കാവും. എല്ലാ കാര്യങ്ങളും 5 ദിവസം കൊണ്ട് നിങ്ങൾ പാക്കാവും. നമുക്ക് എല്ലാ കാര്യങ്ങളും വരണം. അതായത് ഡിസിപ്ലിൻ നിർബന്ധമാണ്. ഇതൊക്കെ കുറെ കാര്യങ്ങൾ, അതായത് ട്രേഡിൽ സക്സസ് ആവണമെങ്കിൽ എല്ലാവർക്കും സക്സസ് ആയിട്ട് ഓൾമോസ്റ്റ് 32 ആൾക്കാർ ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം 5 ദിവസം എത്ര ആൾക്കാർ സ്റ്റാബിളായി സക്സസ് ആവണം. ട്രേഡിൽ നിങ്ങൾക്കൊരു ഇത് ഓക്കെ സക്സസ് ആയി വരണമെങ്കിൽ ഈ ഒരു 5 ദിവസം നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 6ാമത്തെ ദിവസം മുതൽ കോൺഫിഡൻസോട് കൂടി മാർക്കറ്റിൽ എന്താക്കാം ഇരുന്ന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് വെറുതെ പറയുന്നതല്ല. നിങ്ങൾക്ക് തന്നെ അതിന്റെ മാറ്റങ്ങൾ തിരിയും എന്താണെന്നുള്ളത്. മാർക്കറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ഇതുവരെ കണ്ട മാർക്കറ്റും ചെയ്യുന്ന മാർക്കറ്റ് എന്താണെന്നുള്ളത് 6ാമത്തെ ദിവസം ഇതിലുള്ള എല്ലാവർക്കും അതിന്റെ കാര്യങ്ങൾ മനസ്സിലാവും. ഓൾമോസ്റ്റ് TP1 മാർക്കറ്റ് എത്തി. TP1 എത്തി മാർക്കറ്റ്. അവിടുന്ന് വീണ്ടും ഒരു ചെറിയ ഇതൊക്കെ കാണുന്നുണ്ട്. TP1 ഇപ്പൊ മാർക്കറ്റ് ഉള്ളത്. അപ്പൊ നിങ്ങൾക്കുള്ള ബാക്കിയുള്ള ഡൗട്ടുകൾ അപ്പൊ എൻട്രി എടുത്തു കഴിഞ്ഞാൽ ഇതാണ് പ്രൊസീജിയർ. മൈക്ക് കേൾക്കുന്നുണ്ടല്ലോ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ? മൈക്ക് ഓപ്പൺ ആക്ക, മൈക്ക് നമുക്ക് ഓപ്പൺ ആക്കാം. ഞാൻ പറയുന്ന വോയിസ് ഓക്കെ ആണല്ലോ? ഈ ഒരു ട്രേഡ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഓപ്പൺ ആക്കാം. നമുക്ക് കമ്മ്യൂണിക്കേഷൻ ടൈം ഉണ്ട് എന്തായാലും. കറൻസിയിൽ വർക്കാവും, എല്ലാത്തിലും വർക്കാവും. നിങ്ങൾ മാർക്കറ്റ് എല്ലാം സെയിം, ചെയ്യേണ്ട പ്രൊസീജിയറും സെയിം, എല്ലാ മാർക്കറ്റിലും നിങ്ങൾ സെയിം. ഇപ്പൊ കണ്ടോ ഇവിടെ വരുന്ന സമയം റോക്കറ്റ് ആയി. നിങ്ങൾക്ക് വീണ്ടും അവിടെ സ്റ്റേബിൾ ചെയ്യാം. റോക്കറ്റ് ഒക്കെ ആകുമ്പോൾ നല്ല കോൺഫിഡൻറ്റോട് കൂടി അവിടെ നിങ്ങൾ ധൈര്യമായിരുന്നോ. നിങ്ങളിപ്പോ ഈ ഒരു നിങ്ങൾ ഇതൊന്നും ഇല്ലാത്ത ഒരാൾ ട്രേഡ് എടുക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് സാധാരണ എല്ലാവരും മാർക്കറ്റ് കാണുന്നത്. ഈ രീതിയിലാണ്. നമുക്ക് എത്രത്തോളം കോൺഫിഡന്റ് അവിടെ കിട്ടും, എന്തെന്നാണ് അവിടെ നടക്കുന്നതെന്ന് ആരും മനസ്സിലാകുന്നില്ല. അവിടെ നടക്കുന്ന കളി എന്താണ്, അവിടെ എന്താ സംഭവിക്കുന്നത്, ഒരാൾക്കും ഒന്നും കാണുന്നില്ല. ഇങ്ങനെയാണ് കുറെ ആൾക്കാർ കുറെ കാലമായിട്ട് ട്രേഡ് എടുക്കുന്നത്. നമുക്ക് ഒരു കോൺഫിഡൻറ്റോട് കൂടി എന്നാക്കാം. ഇതിൽ SL വെച്ചിട്ടുള്ളത് 1% റിസ്ക് ആണ്. SL ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. SL എത്രയാണെന്നുള്ളത് അവിടെ വരും. അതിന് 2%, അതായത് മാർക്കറ്റിന് ഡൗൺ ട്രെൻഡിലേക്കല്ലേ വരാനുണ്ടെങ്കിൽ TP2 എങ്ങനെ ഫിക്സ് ചെയ്യാം. അതായത് ഞാൻ നിങ്ങൾക്കൊരു PDF ഞാൻ അയച്ചു തരും 5ാമത്തെ ദിവസം. ആ PDFിലുള്ള ഒരു കോമ്പൗണ്ടിങ് ഞാൻ ഫോളോ ചെയ്യുന്ന
ഒരു കോമ്പൗണ്ടിങ് സിസ്റ്റം വെച്ചുകൊണ്ടാണ്, അതാണ് ഞാൻ $100 എന്ന് പറഞ്ഞത്. $100 സ്റ്റാർട്ടിങ് മന്തിൽ ഒരാള് $100 വെച്ചാണ് ഞാൻ എന്നാക്കല് മാർക്കറ്റിലേക്ക് ഇറക്കല്. അത് എന്റെ ഒരു സിസ്റ്റം ഫോളോ അപ്പ് ചെയ്യുന്ന ഞാൻ ആ രീതിയിലാണ് മാർക്കറ്റിലേക്ക് ഇറക്കല്. അതിൽ ആ $100 കൊണ്ട് ഡെയിലി എത്രയാണ് ടാർഗറ്റ് എന്നുള്ളതാണ് ഞാൻ ഇപ്പൊ ഇവിടെ നോക്കിയിട്ടുള്ളത്, കൊടുത്തിട്ടുള്ളത്. എസ്എൽ ഞാൻ മാർക്ക് ചെയ്തുതരാം. എസ്എൽ 1% $1 റിസ്ക്. എസ്എൽ ഇവിടെയാണ് ഉള്ളത്. ഞാൻ അതിന്റെ കളർ ചേഞ്ച് ചെയ്ത് തരാം. എസ്എൽ 1 ഞാൻ നിങ്ങൾക്ക് ഓക്കെ ഞാൻ മാർക്ക് ചെയ്ത് തരാം. പൊസിഷൻ മാർക്ക് ചെയ്ത് തരാം. ഇവിടെ നിന്നാണ് നമ്മൾ എൻട്രി എടുക്കുന്നത്. ഓക്കെ, ഇവിടെ ടാർഗറ്റ് കീപ്പ് ചെയ്തു. എസ്എൽ ഉള്ളത് ഇവിടെയാണ്. 1% റിസ്കിലാണ് എസ്എൽ ഉള്ളത്. 1%. ഓക്കെ, $1 ആണ് ഈ ട്രേഡിൽ നമ്മൾ റിസ്ക് ചെയ്തത്. അത് ഇവിടെ വന്നിട്ടുണ്ട്. ഇതാണ് റിസ്ക് സ്കോർ എന്ന് പറയുന്നത്. $1 റിസ്ക് ആണ് അവിടെ വെച്ചിട്ടുള്ളത്. ന്യൂസ് ടൈമിൽ നിങ്ങൾക്ക് ചെയ്യാം, എല്ലാ ടൈമിലും. അതായത് ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കുക, നിങ്ങൾ ഇവിടെ റീറ്റെയിൽ ട്രേഡേഴ്സിന്റെ കൂടെ അല്ല ട്രേഡ് ചെയ്യുന്നത്. അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ഇവിടെ റീറ്റെയിൽ ട്രേഡേഴ്സിലല്ല, നിങ്ങൾ ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടൽ ബയേഴ്സിന്റെ വലിയ വലിയ ടീം എൻട്രി ആണ്, അവരെ കൂടെയാണ് നിങ്ങൾ എൻട്രി ആകുന്നത്. അവരുടെ കൂടെയാണ് നിങ്ങൾ മാർക്കറ്റിൽ കളിക്കുന്നത്. അൽഗോ ആഡ് ആക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. അത് ഈസിയാണ്. അൽഗോ ആഡ് ആക്കുന്നത് നിങ്ങൾ ഇൻഡിക്കേറ്റേഴ്സിൽ പോവാ. ഇൻഡിക്കേറ്റേഴ്സിൽ നിങ്ങൾ ഇൻവൈറ്റ് ഓൺലിയിൽ വന്നിട്ടുണ്ടാവും. ഇൻവൈറ്റ് ഓൺലിയിൽ പ്ലസ് ബൈ സ്റ്റാറ്റിക്സ് അൽഗോ എന്ന് പറഞ്ഞിട്ട് അവിടെ ആഡ് ആയിട്ടുണ്ടാവും. അതായത് ഇവിടെ ഞാൻ എന്തുകൊണ്ട് പറയും, ഇവിടെ നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ടേഴ്സിനെ നമ്മൾ ട്രാക്ക് ചെയ്യാൻ പറ്റൂല. അതിന് ചെറിയൊരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. ഇൻസ്റ്റിറ്റ്യൂട്ടൽ ബയേഴ്സ് ട്രാക്ക് ചെയ്യുന്ന സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അതായത് 95 ആൾക്കാർ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നൊക്കെ പഠിപ്പിക്കുന്ന പ്രകാരം അനുസരിച്ച് ലിമിറ്റ് ഓർഡറിൽ എന്നാക്കും എൻട്രീസ് കീപ്പ് ചെയ്യും. SL ഒക്കെ ഒരു 10-20 മിനിറ്റ് മുന്നേ എന്നാക്കും SLും എൻട്രി ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് അവിടെ ഇരിക്കും ആൾക്കാർ. ഇങ്ങനെ 95% ആൾക്കാർ ഇതിങ്ങനെ SLും എൻട്രി ഒക്കെ ഒരു അരമണിക്കൂർ മുന്നേ സെറ്റ് ചെയ്ത് വെച്ച് അവിടെ ഓക്കെ മാർക്കറ്റ് ലോസ് ആണെങ്കിൽ ലോസ്, പ്രോഫിറ്റ് ആണ് പ്രോഫിറ്റ് എന്ന രീതി അവിടെ ഓഫാക്കി വെച്ചിട്ടുണ്ടാവും. വയ്യ വന്ന് തുറന്ന് നോക്കലാണ്. ഇതൊക്കെ ആര് കാണുന്നുണ്ട്? പുറത്തുനിന്ന് ആൾക്കാർ, വേറൊരു ടീം കാണുന്നുണ്ട്. ഏത് ഏരിയയിലാണ്, അതായത് മോസ്റ്റ് SL വരുന്ന ഏരിയ, അവിടെ വരെ എന്നാക്കും മാർക്കറ്റ് വന്ന് കാര്യങ്ങൾ അടിച്ച് മാർക്കറ്റ് എന്നാക്കും മേലിലേക്ക് കയറും. ഫോണിൽ MT5 ചാർട്ടിൽ കിട്ടില്ല ഇൻഡിക്കേറ്റർ. MT5ന്റെ ചാർട്ടുമായിട്ട് നമ്മുടെ സിസ്റ്റം വർക്ക് ചെയ്യൂല സോഫ്റ്റ്വെയർ. ഓൺലി ട്രേഡിംഗ് വ്യൂ. നമ്മളെ ട്രേഡിംഗ് വ്യൂവിന്റെ ബാക്ക് എൻഡ് പാർട്ട്ണർഷിപ്പിലാണ് ഈ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. ഓക്കെ, റിയൽ ഡാറ്റ പമ്പ് ചെയ്ത കാര്യം വർക്ക് ചെയ്യും. ട്രേഡിംഗ് വ്യൂവിൽ മാത്രമേ വർക്ക് ചെയ്യൂ. പ്ലസ് ബൈ സ്റ്റാറ്റിക്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നില്ലെങ്കിൽ അത് നമുക്ക് നാളെ ഞാൻ സോൾവ് ചെയ്ത് തരും കേട്ടോ. ഞാൻ സോൾവ് ചെയ്ത് തരും. ഓക്കെ, 1 to 1 ആയി ഞാൻ സോൾവ് ചെയ്ത് തരും എന്തായാലും. നോ പ്രോബ്ലം. ഫസ്റ്റ് ദിവസം ആയതുകൊണ്ട് കുറച്ച് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ഉണ്ടാവും. നമുക്ക് നാളെ അടുത്ത ക്ലാസ്സിലേക്ക് വരുമ്പോഴത്തേക്ക് നാളെ എല്ലാ ഇങ്ങനത്തെ ഈ ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ നാളെ മുതൽ എന്നാക്കണം, ഇന്ന് നിങ്ങളെ ഇതിൽ കണക്ട് ചെയ്ത സ്റ്റാഫായിട്ട് എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടോ കാര്യങ്ങൾ കൊടുക്കുക, ക്ലിയർ ചെയ്യാം. ക്ലിയർ ചെയ്തു തരും എല്ലാ കാര്യങ്ങളും. ടെക്നിക്കൽ പരമായ കാര്യങ്ങളൊക്കെ നാളത്തോട് കൂടി ക്ലിയർ ചെയ്യണം. നാളത്തെ നൈറ്റ് സെക്ഷനിൽ ടെക്നിക്കൽ കാര്യങ്ങളൊന്നും ഉണ്ടായിക്കൂടാ, നമുക്ക് വന്നുകൂടാ. റെക്കോർഡിംഗ് ഉണ്ട്. ഈ സെയിം സാധനം റെക്കോർഡിംഗ് ഒക്കെ കിട്ടും. റെക്കോർഡിംഗ് ഉണ്ട്. ഇപ്പൊ രണ്ടാമത്തെ നമ്മൾ TP1 കംപ്ലീറ്റ് ആയി. വീണ്ടും റോക്കറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് മാർക്കറ്റ് ധൈര്യമായിട്ട് ഇരിക്കാം. ഒന്നും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. മാർക്കറ്റ് അങ്ങോട്ട് പമ്പ് ചെയ്യും. ഈ ഒരു കോൺഫറൻസ് നിങ്ങൾക്ക് ഇപ്പൊ എന്തുകൊണ്ടാണ് ഈ ഒരു കോൺഫറൻസ്, നമുക്ക് ഈ ഒരു കോൺഫറൻസിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇരിക്കാം, ഇതുവരെ നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റും ഇങ്ങനെ ഒരു കോൺഫറൻസിൽ? നമുക്ക് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഈ ട്രേഡ് സ്റ്റാർട്ട് ചെയ്തത്, ഞാൻ അത് പറഞ്ഞുതരാം. ഞാൻ രണ്ടാമത്തെ ഈ എൻട്രി ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത എൻട്രിയാണ്. ഓക്കെ, ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇത് ഇവിടെ എക്സിറ്റ് കൊടുത്തതാണ്. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത എൻട്രി ഇവിടെയാണ് ആദ്യത്തെ ഒരു എക്സിറ്റ് കൊടുത്തത്. ആ പ്രോഫിറ്റ് സെക്യൂർ ചെയ്യാനാണ് ഇവിടെ എക്സിറ്റ് വന്നത്. ഓക്കെ, ഇവിടെ ഇതിപ്പോ ഇവിടെ ഒരു 1% റിസ്കിലാണ് ഇത് ഉണ്ടാവില്ല. ഈ ഒരു ഏരിയയിൽ ഒരു $1. ഈ ഒരു ഏരിയയിൽ നിന്ന് ഈ ഒരു പ്രോഫിറ്റ് എടുത്ത് അവിടെ നിന്നാക്കാൻ പറഞ്ഞ പ്രോഫിറ്റ് സെക്യൂർ ചെയ്യാൻ പറഞ്ഞു.
വീണ്ടും അടുത്തൊരു കൺഫർമേഷൻ ഇവിടുന്ന് കിട്ടിയവരാണ് ഇവിടെ നിന്നാക്കാൻ എൻട്രി എടുത്തോ എന്നുള്ളത് എടുത്തത്. അത് ഈ ബോക്സിന്റെ കൺഫർമേഷൻ കാര്യങ്ങളൊക്കെ ഓക്കെ ആയത് കൊണ്ടാണ്. ഇപ്പൊ നമ്മള് TP1 കംപ്ലീറ്റ് ആയി. നമുക്ക് TP2 ആണ് നമുക്ക് കംപ്ലീറ്റ് ആണ്ട്. അത് അവിടെ എത്തി നമ്മൾ $5 എന്നായി കംപ്ലീറ്റ് ആവും. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ, സ്ട്രോങ് ബൈ എന്നുള്ള ഒരു സിഗ്നൽ ഇവിടെ വരണമെങ്കിൽ അത് 50% കൺഫർമേഷൻ ഉറപ്പാ. 50% കൺഫർമേഷൻ ഉണ്ടെങ്കിലാണ് ഈ ഒരു സ്ട്രോങ് ബൈ എന്നുള്ള സിഗ്നൽ നാവില് ഇതില് വരുത്ത്. ഓക്കെ, അത് നിങ്ങൾ മൈൻഡിൽ എപ്പോഴും കീപ്പ് ചെയ്യാം ആ സാധനം. ഇന്ത്യൻ മാർക്കറ്റിൽ ഓപ്ഷൻ ബൈ ചെയ്യാം. ഓപ്ഷൻ ബൈ ചെയ്യുന്നവർ എന്നായിട്ടൊന്ന് കണക്ട് ചെയ്യണം. അതിൽ ഓപ്ഷൻ ബൈയിൽ കുറച്ച്, അതായത് നിങ്ങൾക്ക് ലിമിറ്റഡ് എൻട്രീസ് മാത്രമേ കിട്ടൂ ഓപ്ഷൻ ബൈയിൽ. ഓക്കെ, ഓപ്ഷൻ ബൈ ചെയ്യുന്നവർ ഒരു ചെറിയ സാധനം മാനുവലി, ഒരു ചെറിയൊരു സാധനം കൂടി മാനുവലി പഠിക്കാനുണ്ട്. ഓപ്ഷൻ ബൈ ചെയ്യും, എല്ലാ മാർക്കറ്റും നിങ്ങൾക്ക് ചെയ്യാം. എല്ലാ മാർക്കറ്റും ഇവിടെ ഈ സെയിം പ്രൊസീജിയർ തന്നെയാണ് എല്ലാത്തിലും നിങ്ങൾ ചെയ്യേണ്ടത്. അവിടെ വേറെ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാനില്ല. ഓപ്ഷൻ ബൈയിൽ മാത്രം ഒരു കാര്യം ആഡ് ചെയ്യാനുണ്ട്. അത് ഓപ്ഷൻ ബൈയിൽ കുറച്ച് റിസ്കിയാണ് കാര്യങ്ങൾ. അതായത് അവിടെ റിസ്ക് കൂടുതലാണ്, പ്രോഫിറ്റ് കൂടുതലാണ്. അപ്പൊ അതായത് അതിലും ഒരു സാധനം ആഡ് ആവാനുണ്ട്. അത് മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ കുഴപ്പമൊന്നുമില്ല. നമുക്ക് മാർക്കറ്റിൽ, അതായത് ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് പരിപാടി. ഇങ്ങനെ നമുക്ക് മാർക്കറ്റിൽ സ്പെൻഡ് ചെയ്യുക. കൂടുതൽ നിങ്ങൾ വേറെ ഇതിലൊന്നും നിൽക്കണ്ട. ഒരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരു മാർക്കറ്റിലും പോയിട്ട് എൻട്രി എടുത്തുകൂടാ. MT5 അക്കൗണ്ട് ഉള്ളത്. ഓക്കെ, MT5 നിങ്ങൾ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല, ചെയ്തു. MT5 ചെയ്തു, എല്ലാത്തിലും ചെയ്യാം. നിങ്ങൾ എന്താക്കുക, ട്രേഡിംഗ് വ്യൂല് അനലൈസും ചാർട്ട് നോക്കലൊക്കെ ട്രേഡിംഗ് വ്യൂ, എൻട്രി മാത്രം പ്രോ, കാര്യങ്ങളൊക്കെ മുഴുവൻ TP1 കംപ്ലീറ്റ് ആയി. ഓപ്ഷൻ ബൈയിങ്ങിന് ചെയ്യുന്നത് ഇൻഡിക്കേറ്റർ ഓപ്ഷൻ ഇൻഡിക്കേറ്റർ ഓപ്ഷൻ ബൈയിൻ്റെത് ഞാൻ എന്നാക്കി തരാം, എനിക്ക് കാണിച്ചു തരാം. നമുക്ക് ഇതൊന്ന് ഇന്നത്തെ കഴിഞ്ഞിട്ട് നാളെ മറ്റന്നാൾ ഓപ്ഷൻ ബൈയിലെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്നുള്ളത്. ഈ ഗ്രീൻ ബുള്ള് എന്ന് പറയുന്നത് അത് സപ്പോർട്ട്, അതായത് ആ ക്യാൻഡിൽ നല്ല സപ്പോർട്ടാണ്, സ്ട്രോങ് സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് ഈ ഗ്രീന് വന്നത്. ഓക്കെ, ഈ ഓരോ ബുള്ളിന്റെ ക്യാൻഡിലും സപ്പോർട്ടിങ് ഏരിയ ആണ് കേട്ടോ, നല്ല സ്ട്രോങ് സപ്പോർട്ട്. അതായത് മാർക്കറ്റിന് ഡൗൺ ട്രെൻഡ് വരുന്നെങ്കിൽ ആ ഏരിയയിലായിരിക്കും സപ്പോർട്ട് എടുക്കല്. ഈ സ്ട്രാറ്റജി എന്തിനെ ഈ സ്ട്രാറ്റജി എന്തിനെ ബേസ് ചെയ്തുള്ളതാണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ സ്ട്രാറ്റജിയുടെ ബാക്ക് എൻഡ്, ഞങ്ങൾ ഓൾറെഡി ഇൻഡിവിജ്വൽ സ്ട്രാറ്റജി മേക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഇതിന്റെ ബാക്ക് എൻഡിൽ ഓൾമോസ്റ്റ് ഒരു 1000+ ഇൻഡിവിജ്വൽ സ്ട്രാറ്റജീസ് ഉണ്ട്. ഇപ്പൊ ഇതില് 40ഓളം ആൾക്കാർ ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. 40 അല്ല, അതിന്റെ 10 മടങ്ങ്, അതായത് 1000 പേരുടെ ബ്രെയിനിന്റെ ബാക്ക് എൻഡിൽ വർക്ക് ചെയ്യുന്ന സാധനം ഇൻഡിവിജ്വൽ സ്ട്രാറ്റജീസ് ഇതിന്റെ ബാക്ക് എൻഡിൽ ഉണ്ട്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് മാനുവൽ സ്ട്രാറ്റജിയുടെ കൂടെ നിങ്ങൾ ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിന്റെ കൂടെ നിങ്ങൾക്ക് അത് തരുന്നതിനെ കാട്ടിയും ഒരു പടി മുന്നേ ഇതിന്റെ കൺഫർമേഷൻ ഒക്കെ അവിടെ കിട്ടിയിട്ടുണ്ടാവും, എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ളത്. ഇങ്ങനെ വന്ന ഒരു സിറ്റുവേഷൻ നെക്സ്റ്റ് ഇപ്പൊ ഇവിടെ TP1 കംപ്ലീറ്റ് ആയി. ഞാൻ പൊതുവെ ചെയ്യുന്ന കാര്യമാണ്, ഞാൻ ഇവിടുന്ന് എന്താക്കും, ഞാൻ ഇവിടുന്ന് SL മാറ്റി മേലിലേക്ക് പമ്പ് ചെയ്യും. TP1 കംപ്ലീറ്റ് ചെയ്തു. അപ്പം അതായത് $1 $42 ഞാൻ ഇവിടെ സെക്യൂർ ആക്കി. ഓക്കെ, ഞാൻ അവിടെ നിന്നാക്കി ഓൾമോസ്റ്റ് 45 മിനിറ്റ് ആയി. ഓക്കെ, 45 മിനിറ്റ് ആയി നമ്മൾ ട്രേഡ് എടുത്ത്. ഞാൻ ഈ ഒരു കാൻഡിലിന്റെ ലോയിൽ ഞാൻ എന്നാക്കി ഈ എമൗണ്ട് ഓട്ടോമാറ്റിക് ട്രേഡ് എക്സിക്യൂഷൻ ആഡ് ചെയ്യും. ഓട്ടോമേഷൻ ട്രേഡിംഗ്, അതായത് ഓട്ടോമേഷൻ ട്രേഡിംഗ് എന്ന് പറഞ്ഞ സിസ്റ്റം 1 മണിക്കൂർ നിങ്ങൾ മാർക്കറ്റിൽ സ്പെൻഡ് ചെയ്യുക ട്രേഡിംഗിൽ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ. ഓട്ടോമാറ്റിക് നമുക്ക് ചെയ്യാൻ പറ്റൂല, ഈ സിസ്റ്റം ഓട്ടോമാറ്റിക് ചെയ്യാൻ പറ്റൂല. ഒരു ഓട്ടോമേഷൻ കംപ്ലീറ്റ്ലി റോബോട്ടിക്കിന് കൊടുത്തുകൊണ്ട് ഈ ഒരു സിസ്റ്റം നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റൂല. 5% നമ്മൾ തന്നെ കൺട്രോൾ ചെയ്യാം. ഇന്ത്യൻ മാർക്കറ്റും ചെയ്യാ കാര്യങ്ങൾ. ഇപ്പൊ ഞാൻ ഇവിടെ എന്ത് ചെയ്തു, ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുമോ? ഇന്ത്യൻ മാർക്കറ്റിലും ചെയ്യാൻ പറ്റും, നോ പ്രോബ്ലം. ഞാനിപ്പോ ഇവിടെ ഈ ഒരു പ്രൊസീജിയർ നിങ്ങൾ നോക്കാം. അതായത്
ഇമോഷൻസിന്റെ കാര്യം ഇന്ത്യൻ മാർക്കറ്റിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ എന്താക്കണം, ഓപ്ഷൻസിൽ ഇന്ത്യൻ മാർക്കറ്റിൽ കുറച്ച് ലിമിറ്റേഷൻ മാത്രമേ നിങ്ങൾക്ക് അവിടെ കിട്ടൂ ഓപ്ഷൻസിൽ. അപ്പൊ ഇവിടെ നിങ്ങളിപ്പോ എൻട്രി എടുത്തു. അപ്പൊ ഇവിടെ ഇനി എന്താണ് ചെയ്യേണ്ടത്? ഞാനിപ്പോ ഇവിടെ അതായത് ഒരു ഡോളർ 42, അതായത് $1.42 ഞാൻ ഇവിടെ സേവ് ചെയ്തു. ഇതൊന്ന് നിങ്ങൾ എമൗണ്ട് ഞാൻ സേവ് ചെയ്തു. ഇനി എന്തായാലും ഇത് താഴേക്ക് വന്നു കഴിഞ്ഞാലും $1, അതായത് ഇവിടെ ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ ഓക്കെ, $1.42 മാർക്കറ്റ് ക്ലോസ് ആയിക്കോട്ടെ, എനിക്ക് അത് കുഴപ്പമല്ല. ഓക്കെ, ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലേക്ക് വരും. എമൗണ്ട് സേവ് ചെയ്തു. ബാക്കി ഇനി എനിക്ക് ഉണ്ടാക്കേണ്ടത് എത്രയാണ്? ഒരു $3.5 എനിക്ക് ഇനി മേക്ക് ചെയ്യാനുള്ളൂ. ഓക്കെ, $5 എന്റെ ടാർഗറ്റ്. വെയിറ്റ് ചെയ്യുക. ഒരു 47 മിനിറ്റ് ആയി ഓൾറെഡി. ഒരു 10 മിനിറ്റും കൂടി വെയിറ്റ് ചെയ്യുക, എന്താണ് മാർക്കറ്റ് നടക്കുന്നതെന്നുള്ളത്. എസ് എൽ ഞാൻ വെച്ചു. എസ് എൽ ഇവിടെയാണ് എസ് എൽ ഉണ്ടായത്, $1. നമ്മൾ ഇവിടെയാണല്ലോ എസ് എൽ ഉണ്ടായത്. ഞാൻ നേരെ ഇവിടത്തേക്ക് കീപ്പ് ചെയ്തു. അതായത് ഇനി മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലേക്ക് വന്നാൽ എന്താണ്, ഈ എമൗണ്ടിൽ അവിടെ സ്റ്റോപ്പ് ആവണം. വെറുതെ ഇനി കണ്ടീഷൻ ഇവിടെ വരെ വന്ന് റിവേഴ്സൽ താഴേക്ക് വന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എന്താണ്ട ഈ എടുത്ത പ്രോഫിറ്റ് എന്താവേണ്ട, വെറുതെ നമ്മൾ ഇതാക്കേണ്ട ആവശ്യമില്ലല്ലോ. മാർക്കറ്റ് ഇവിടുന്ന് ഡൗൺ ട്രെൻഡ് ആണെങ്കിൽ ഞാൻ ചെയ്യുന്ന സിസ്റ്റം ആണ്. നിങ്ങൾക്ക് ഇത് ഫോളോ അപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അത് ഫോളോ അപ്പ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ എസ് എൽ ഇവിടെ തന്നെ നിങ്ങൾക്ക് കീപ്പ് ചെയ്യുക. ആ $1 അത് ഫുള്ള് ഇതാക്കുന്നവർ എസ് എൽ അവിടെ തന്നെ. ഞാൻ ചെയ്യുന്ന ഒരു സിസ്റ്റം ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടാ. അത് ഫോളോ ചെയ്യുന്നവർക്ക് അത് പടി തന്നെ ഫോളോ ചെയ്ത് ചെയ്യാം, ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് ഇനി എസ് എൽ വെക്കുന്ന ഒരു സിസ്റ്റം നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ, നമ്മൾ വെച്ച എസ് എൽ പോയിന്റ് ഇതാണ് $1. ഞാൻ ഇവിടത്തേക്ക് അതിനെ മാറ്റി. ഓക്കെ, എൻട്രി ഇവിടെ, മാർക്കറ്റ് ഉള്ളത് ഇവിടെ. ഞാനിപ്പോ ഇവിടെ കീപ്പ് ചെയ്ത് ഇപ്പൊ $1 ഞാൻ പ്രോഫിറ്റ്, $1 എനിക്ക് ഇപ്പൊ എങ്ങനെയാലും $1.42 എനിക്ക് പ്രോഫിറ്റ് തന്നെയാണ്. എന്തുവാ ഇത് സേഫ് ആക്കി വെച്ചു. ഓക്കെ, ഇനി ടി പി ടാർഗറ്റ് 2 നമ്മൾ ടാർഗറ്റും കംപ്ലീറ്റ് ആയി. ബുള്ളിഷ് മാർക്കറ്റിൽ 50%. ഈ ചോദ്യം പ്രമോദ് ഭായ്, ബുള്ളിഷ് മാർക്കറ്റിൽ 50% കുറവും ബിയറിഷ് പറയുന്നത് എന്താണ്? എനിക്ക് മനസ്സിലായിട്ടില്ല. പ്രമോദ് ഭായ് എന്താണ് ഉദ്ദേശിച്ചത് മനസ്സിലായിട്ടില്ല. പ്രമോദ് ഭായ് എന്താണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇപ്പോൾ എവിടെയാണ് എസ് എൽ? ഇപ്പോൾ എസ് എൽ ഉള്ളത് ഈ ഏരിയയിലാണ്. ഇപ്പോൾ എസ് എൽ ഉള്ളത് ഈ ഏരിയയിലേക്ക് ഞാൻ കൊണ്ടുവന്നു. എസ് എല്ലിനെ ഈ ഏരിയയിലേക്ക് കൊണ്ടുവന്നു. എസ് എൽ ഇപ്പൊ ഈ ഏരിയയിലാണ് ഉള്ളത്. ഞാൻ നേരത്തെ വെച്ചത് ഈ ഏരിയയിലാണ്. ഓൾമോസ്റ്റ് മാർക്കറ്റ് ഇവിടെ എത്തി. $2, $3 അടുത്ത് എത്തി. ഞാൻ എസ് എൽ എന്നാക്കി അവിടുന്ന് പമ്പ് ചെയ്തു. അപ്പൊ $1.42 പ്രോഫിറ്റ് ആണ്. ഇനി എസ് എൽ അടിക്കൂല എനിക്ക്. എസ് എൽ വന്നു കഴിഞ്ഞാൽ തന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ, ഇനി മാർക്കറ്റ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഡൗൺ ട്രെൻഡിലേക്ക് വന്ന് ഇത് ബ്രേക്ക് ചെയ്താൽ $1.42 മാർക്കറ്റ് ക്ലോസ് ആവും പ്രോഫിറ്റോട് കൂടി. ഇനി എസ് എൽ അടിക്കൂല. ഞാൻ പ്രോഫിറ്റിലാണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, മ്യൂട്ട് ഞാൻ മാറ്റുന്നുണ്ട്. മ്യൂട്ട് മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ മൈക്ക് ഓപ്പൺ ആക്കിയ കാര്യങ്ങൾ എന്താണെന്ന് പറയാൻ മാറ്റിത്തരാം. ഓക്കെ, പ്രമോദ് ഭായ് ചോദിച്ചോ? ആ ആ ഇവിടെയല്ലേ വോളിയം പ്രഷർ ഓരോ കാൻഡിലിന്റെ ഇത് കാണിക്കുന്നതാണ്, പ്രതിനിധിയാണ്. അത് നമ്മൾ ഇതാക്കേണ്ട ആവശ്യമില്ല. ഓരോ കാൻഡിലിന്റെയും പ്രതിനിധിയാണ് കേട്ടോ. അത് കാൻഡിൽ മാറുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ഇല്ല, അത് കുഴപ്പമാക്കണം, കൺഫ്യൂഷൻ ആകണ്ട. ഓക്കെ, എക്സിറ്റ് ചെയ്യാൻ ഇൻഡിക്കേറ്റർ കാണിക്കോ എന്നുള്ളതാണ് ചോദിച്ചത്. എക്സിറ്റ് ചെയ്യാനും ഇൻഡിക്കേറ്റർ കാണിച്ചു തരും. ഇവിടെ എൻട്രി വന്നിട്ടുണ്ട്, ഇവിടെ എക്സിറ്റ് കൊടുത്തിട്ടുണ്ട്. വെയിറ്റ് ചെയ്യാ. ഇതിനി ഇവിടെ കംപ്ലീറ്റ് തന്നെ ഇവിടുന്ന് ഒരു നമുക്ക് എക്സിറ്റിന്റെ പോയിന്റ് വരുന്നുണ്ടെങ്കിൽ ആദ്യം എക്സോസ്റ്റ് വരും, ഇനി സഡൻലി എക്സിറ്റും വരും, അതും വരും. എക്സിറ്റ് പോയിന്റ് നിങ്ങൾക്ക് കാണിച്ചു തരും. നമ്മുടെ ടാർഗറ്റിന് മുന്നേ എക്സിറ്റ് പോയിന്റ്. ഇനി ഈ ഒരു പോയിന്റിനൊക്കെ നമുക്ക് എക്സിറ്റ് മാർക്കറ്റ് കണ്ടീഷൻ മാറിയാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങാം. എക്സിറ്റ് പോയിന്റ് നമുക്ക് കാണിച്ചു തരും. നമ്മൾ ടാർഗറ്റ് എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് ടാർഗറ്റ് കൊണ്ട് ഒന്നാക്കാം, മാർക്കറ്റിൽ നിന്ന് ഇറങ്ങാം. ഇനി നമുക്ക് ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ 50 മിനിറ്റ് ആയി. ഇപ്പൊ ഈ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് 50 മിനിറ്റ് ആയിപ്പോ സ്റ്റാർട്ട് ചെയ്തിട്ട് ടോട്ടലി
50 മിനിറ്റ് ആണ്. 50 മിനിറ്റ് ആയി ഇപ്പം ക്ലാസ് നമ്മൾ തുടങ്ങിയിട്ടും എൻട്രി എടുത്തിട്ട് $3 ഇപ്പം പ്രോഫിറ്റ്. നമുക്ക് നോക്കാം. ഇത് കംപ്ലീറ്റ് ആണ്. TP ടാർഗറ്റ് എന്തായാലും അടിക്കും. ടാർഗറ്റ് എന്തായാലും അടിക്കും. ഇത് ടാർഗറ്റ് അടിക്കുന്ന പറയാനുള്ള റീസൺ ഞാൻ പറഞ്ഞുതരാം എന്താണെന്നുള്ളത്. ഈ ഒരു ഹൈ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഹൈ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് നെക്സ്റ്റ് ഈ ഒരു ഹൈയിലേക്കാണ് മാർക്കറ്റ് പോകേണ്ടത്. ഓക്കെ, ഇവിടെയാണ് മാർക്കറ്റിന് സപ്പോർട്ട് എടുക്കേണ്ടത്. അത് കഴിഞ്ഞാൽ മാർക്കറ്റ് വീണ്ടും ഈ ഒരു സോണുമാണ് സപ്പോർട്ട് എടുക്കുക. അപ്പൊ ആ ഏരിയ ഒക്കെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഓരോ ഏരിയ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കൊണ്ട് മാർക്കറ്റ് പമ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ TP എന്തായാലും മാർക്കറ്റ് അടിക്കും. ഈ ഏരിയ ബ്രേക്ക് ചെയ്തു, അടുത്ത ഈ സപ്പോർട്ട് എടുക്കുന്നുണ്ട്, ആ ഏരിയ ബ്രേക്ക് ചെയ്താൽ നമുക്ക് മാർക്കറ്റിന് എപ്പോഴും ഒരു മൂവ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് എപ്പോഴും ഓരോ ഏരിയയും, അതായത് സപ്പോർട്ടിങ് ഏരിയ മാർക്കറ്റ് ഡൗണിലേക്ക് വന്നത് പോലെ തന്നെ മേലിലേക്ക് പോകും. അതല്ലാതെ ആ ഒരു ഫ്ലോ കീപ്പ് ചെയ്തിട്ടേ പോകും. ഇതെന്തായാലും നമുക്ക് ടാർഗറ്റ് ഹിറ്റ് ആവും. ഇവിടെ ഇപ്പം നമ്മൾ ബോക്സ് നോക്കുന്ന സമയം എല്ലാം പോസിറ്റീവാണ്. ആകെ റൈസിങ് റിസ്ക് ആണ് ഇവിടെ എന്താ ഇന്റലിജൻസ് ബോക്സ് കാണിക്കുന്നത്. പക്ഷെ നമ്മളെ ഇവിടെ ഇപ്പൊ റിസ്ക് സ്കോർ കണ്ട 10/3 വന്നിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ഇവിടെ പോസിറ്റീവ് ആണ് കാര്യങ്ങൾ. ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നമുക്ക് എന്താക്കാം. ഇനി നമ്മൾ വെയിറ്റ് ചെയ്യാം. നമ്മൾ ഇപ്പൊ ഒരു 52 മിനിറ്റ് $3. അപ്പൊ അതിലിപ്പോ $1 നമ്മൾ $1.5 നമ്മൾ എന്താക്കുന്നതാ $1.5 നമ്മൾ സേവ് ചെയ്തു. ഓക്കെ, $1.5 നമ്മൾ എന്താക്കുന്നു അവിടെ സേവ് ചെയ്യുന്നു. അവിടെ ഹോൾഡ് ചെയ്ത് നിൽക്കുന്നു മാർക്കറ്റ്. അപ്പൊ അടുത്ത ക്യാൻഡിൽ നമുക്ക് നോക്കാം. എന്താണ് നെക്സ്റ്റ് ക്യാൻഡിൽ വരാൻ പോകുന്നത് നമുക്ക് നോക്കാം. ഇവിടെ റിസ്ക് കൂടുന്നുണ്ട് മെല്ലെ മെല്ലെ. അത് നമ്മൾ ചെക്ക് ചെയ്യാം. റിസ്ക് എലമെന്റ് കൂടുന്നുണ്ട്, ചെക്ക് ചെയ്യാം. ഫ്രീ മാക്സിമം കുഴപ്പമില്ല. നമ്മളിപ്പം ഇതാക്കേണ്ട ആവശ്യം, നമ്മളെന്തായാലും $1 നമ്മൾ കീപ്പ് ചെയ്ത് $1.5 നമ്മൾ അവിടെ എടുത്ത് വെച്ചു. വാച്ച് ചെയ്യുക, വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇതേപോലെ നമ്മൾ ഇരിക്കുക കാര്യങ്ങൾ. ട്രേഡ് എടുത്ത് കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് ഇപ്പൊ നമ്മളൊരു XT എക്സിറ്റ് വന്നു. ഇനി ഇറങ്ങിക്കോളാം. ഇനി കൂടുതൽ അവിടെ ഒന്നാക്കണ്ട, ആരും നിന്നിട്ട് തിരിഞ്ഞ് കളിക്കണ്ട. ഓക്കെ, $2 പ്രോഫിറ്റ് എടുക്കുക, അവിടെ നിന്ന് ഇറങ്ങിക്കോളാം. ഇനി ആരും അവിടെ നിന്നിട്ട് എന്നാക്കണ്ട, തിരിഞ്ഞ് കളിക്കണ്ട. അതാ INS എക്സിറ്റ് വന്നു മാർക്കറ്റ് നിന്ന്. INS എക്സിറ്റ് മാർക്കറ്റ് വന്നു. ഇനി ആരും അവിടെ നിന്നിട്ട് എന്നാക്കാം. കറക്റ്റ് 1 മണിക്കൂർ. കറക്റ്റ് ഇപ്പൊ 1 മണിക്കൂറാണ് നമ്മളെ ക്ലാസ് തുടങ്ങിയിട്ട്. കൃത്യം 1 മണിക്കൂർ 3 മിനിറ്റ് ആയി. ഞാൻ നിങ്ങളോട് എല്ലാവരോടും തുടക്കത്തിൽ പറഞ്ഞു എന്താണ് SL അടിക്കുന്ന അരമണിക്കൂർ കൊണ്ട് SL അടിക്കും. അരമണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ SL വരില്ല. നമുക്ക് എന്തായി $3 ഇന്നത്തെ ടാർഗറ്റ് $5 ആണ്. ഓക്കെ, കുഴപ്പമില്ല. 2.65 നമ്മൾ ടാർഗറ്റ് അവിടെ വെച്ചിട്ടുണ്ട്. അടുത്ത ട്രേഡ് നമുക്ക് നാളെ കിട്ടും മാർക്കറ്റ്, നോ പ്രോബ്ലം. എന്റെ പേര് വരുന്നത് വസീം എന്നാണ് എന്റെ പേര്. എന്റെ സ്ഥലം കാലിക്കറ്റ് ആണ്. എന്റെ സ്ഥലം വരുന്നത്. ഓക്കെ, ഞാനാണ് ഇതിന്റെ മെന്റർ. ഞാൻ ഇതിന്റെ സീനിയർ മെന്റർ ആണ്. ഞാനാണ് ഇതിന്റെ ബാക്ക് എൻഡ്. ഞാനാണ് ഒരു ഓൾ ഇൻ ഓൾ. ഞാൻ തന്നെയാണ്. ഓക്കെ, അപ്പോ ഞാൻ മൈക്ക് ഓൺ ആക്കുന്നുണ്ട്. നമ്മൾ ട്രേഡ് കംപ്ലീറ്റ് ആയി. ഇന്നത്തെ പരിപാടി 1 മണിക്കൂർ മാർക്കറ്റിൽ സ്പെൻഡ് ചെയ്യാം. ഒരേ 1 മണിക്കൂർ, അതിൽ കൂടുതൽ. ആ 1 മണിക്കൂർ ആയി കഴിഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് എക്സിറ്റ് ആവും. ഇത് ഞാൻ ചെയ്യുന്ന മെത്തേഡാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ കാണിച്ചത്. അതായത് ഇപ്പൊ 2 എൻട്രി വന്നു. ഇവിടുന്ന് ഈ ഒരു പ്രോഫിറ്റ് സെക്യൂർ ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഈ എൻട്രി ഇവിടുന്ന് എടുത്ത ഒരാൾക്ക് $5 പ്രോഫിറ്റ് കിട്ടി. ഇവിടുന്ന് ഒരു എൻട്രി വന്നു, അത് ഇവിടെ എക്സിറ്റ് ആയി. അടുത്ത എൻട്രി ഇവിടെ നിന്ന് അത് ഇവിടെ എക്സിറ്റ് കൊടുത്തു. ഇനി മാർക്കറ്റിൽ നമ്മൾ ഒന്നാക്കണ്ട. ഇനി ഇവിടുന്ന് മാർക്കറ്റൊക്കെ മേലിലേക്കൊക്കെ പോകും. അതൊന്നും നമ്മൾ നോക്കണ്ട. ഇനി മാർക്കറ്റ് അവിടുന്ന് മേലിലേക്കൊക്കെ പോവും. അതൊന്നും നമ്മൾ എന്താക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പരിപാടി അവിടെ കഴിഞ്ഞാല് ഞാൻ മൈക്ക് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. പരിപാടി അവിടെ കഴിഞ്ഞാൽ നമ്മൾ എന്നായിക്കോട്ടെ. അവിടുന്ന് പിന്നെ അവിടെ നിന്ന് അധികം നാക്കേണ്ട ആവശ്യമില്ല. ആ 5 ഇപ്പൊ ആ നിഫ്റ്റി
ഓപ്ഷനിലായിരിക്കും. ഓപ്ഷനിലെ പ്രശ്നം ഓപ്ഷനില് ഉണ്ട്. യെസ്. നാളെ ഞാൻ കണക്ട് ചെയ്യാം. കുഴപ്പമില്ല. നാളെ അല്ലെങ്കിൽ ഒന്നെങ്കിൽ ഓഫീസിൽ വന്നാൽ മതി. കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ അല്ല. സോറി. ഞാൻ നാട്ടിലുണ്ട്. നമുക്ക് 1 to 1 കണക്ട് ചെയ്യാം. ഓപ്ഷനില് കുറച്ച് കാര്യം കൂടി അതിൽ മാനുവലി ഒരു ടെക്നിക്കും കൂടി ഞാൻ പഠിപ്പിച്ചു തരും. ഒരു സാധനം കൂടി മാനുവലി ഒരു സാധനം കൂടി അതിൽ സാധനം സെറ്റ് ചെയ്യാനുണ്ട്. ഞാൻ പറഞ്ഞുതരാം. വെച്ചാല് റിസ്ക് കുറച്ച് ഒരൊറ്റ എൻട്രി 1 2 എൻട്രി അതിൽ കൂടുതലൊന്നും കിട്ടൂല. അത് നമ്മൾ സെറ്റ് ചെയ്യാം. നമുക്ക് ഇത് നമുക്ക് നിങ്ങൾ ഇപ്പം ഓപ്ഷനിലേക്ക് മാനുവലി നിങ്ങൾ ഇതാക്കണ്ട. നമുക്ക് ഇതൊന്ന് 5 ദിവസം കഴിയട്ടെ. ഇതിൽ 5 ദിവസം നമുക്ക് മെല്ലെ അങ്ങോട്ട് കയറാം. ഇതിൽ 5 ദിവസം നമുക്കൊന്ന് ഫിനിഷ് ആക്കാം. കാര്യങ്ങൾ സെറ്റ് ചെയ്യാം. എല്ലാം സെറ്റ് ചെയ്യാം. അപ്പൊ ഇതിൽ ഞാൻ ഇതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ലേ. അതായത് 1 മണിക്കൂറിൽ കൂടുതലൊക്കെ എഴുതി വെക്കുക. അതായത് നിങ്ങൾക്ക് മാർക്കറ്റ് എല്ലാവർക്കും നല്ല രീതിയിൽ പോകണം. അതായത് പോണെങ്കിൽ നാളെ ഇതേ ടൈം ക്ലാസ് ഉണ്ടാവും. നാളെ 8:30ക്ക് തന്നെ ക്ലാസ് ഉണ്ടാവും. അപ്പം നാളെ ക്ലാസ്സിന് വരുന്നാട്ടി മുന്നിലെ നിങ്ങൾക്കുള്ള ഡൗട്ടുകളും മറ്റേ കുറെ കാര്യങ്ങൾ ഇപ്പൊ കുറെ ആൾക്ക് സോഫ്റ്റ്വെയർ കിട്ടിയിട്ടില്ല, ആക്സസ് കിട്ടിയിട്ടില്ല, കുറെ ഇതുണ്ട്. അതൊക്കെ നാളെ ഒരു ഈവനിങ്ങോട് കൂടി ക്ലിയർ ചെയ്യണം എല്ലാവരും. അപ്പൊ ഇന്നിപ്പോ സിമ്പിൾ കാര്യങ്ങൾ വളരെ സിമ്പിൾ അല്ലേ? ആർക്കും ഇന്ന് എൻട്രി എടുത്ത ആൾക്കാരൊക്കെ ഒന്ന് ഇത് വന്നിച്ചേ, ഒന്ന് നമ്മൾ ചാറ്റിൽ വന്നേ. എൻട്രി എടുത്ത ആൾക്കാരൊക്കെ ഒന്ന് നമ്മൾ ഇതിലേക്ക് വന്നേ. എത്ര ആൾക്കാർ എൻട്രി എടുത്തു? ഇന്ന് എത്ര ആൾക്കാർ ആ റിസ്ക് കീപ്പ് ചെയ്തു? നമ്മളെ ഒരു $1 റിസ്ക് വെക്കാൻ ഇന്ന് എല്ലാവർക്കും ഓക്കെ ആയിരിക്കും. ഒരു പ്രശ്നം ഉണ്ടാവില്ല. $1 റിസ്ക് അല്ലേ? ഇന്നിപ്പോ $1 റിസ്ക് അല്ലേ? ആർക്കും പ്രശ്നമില്ലല്ലോ $1 റിസ്ക് വെക്കുന്നതില്, അല്ലേ? $1 റിസ്ക് വെക്കുന്നതിന് ആർക്കും പ്രശ്നമില്ല. അതാ ഒന്നേ പ്രോഫിറ്റ്. $1 റിസ്ക് അല്ലേ? സിമ്പിളാണ്. പരിപാടി വളരെ സിമ്പിളാ. ഇനിയിപ്പോ നമ്മളിപ്പോ ഒരു കാര്യം മനസ്സിലാക്കാം. ഇത്രയും ഇത് ചെയ്ത് ഇത്രയും എനിക്ക് ഇതിനെപ്പറ്റി അത്രയും അറിയുന്ന ഞാൻ തന്നെ ഈ ഒരു റൂൾസ് ബ്രേക്ക് ചെയ്തുകൂടാ. ഞാൻ ഇവിടുന്ന് എക്സിറ്റ് ആയി. ഒരു റൂൾസും ബ്രേക്ക് ചെയ്തിട്ടില്ല. എനിക്ക് വേണമെങ്കിൽ ഇവിടെ ഇങ്ങനെ ഇത് മേലേക്ക് പോകുന്നത് നോക്കിയിട്ട് ഇരിക്കുക. $5 എടുത്തിട്ട് ഞാൻ ഇറങ്ങുന്ന എനക്കും എന്നാക്കാം 1 മണിക്കൂർ മാർക്കറ്റിൽ സ്പെൻഡ് ചെയ്യാം. ഇനി എത്ര അറിയുന്ന ആളായിക്കോട്ടെ, എങ്ങനെ ആയിക്കോട്ടെ, 1 മണിക്കൂറിൽ കൂടുതൽ മാർക്കറ്റിൽ സ്പെൻഡ് ചെയ്തുകൂടാ. 1 മണിക്കൂറിൽ നിങ്ങളെ സ്ക്രീനിന്റെ മുന്നിൽ എന്താണുള്ളത് അതുമായി അവിടെ നന്നാക്കുക, ഇറങ്ങാം. ലോസ് ആണെങ്കിൽ ലോസ്, അതിലെ പ്രോഫിറ്റ് എത്രയാണത്. അത് പറയാനുള്ള റീസൺ 1 മണിക്കൂറിന് മേലെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ട്രേഡ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യൂല. അത് ഞാനായാലും അക്സെപ്റ്റ് ചെയ്യൂല, നിങ്ങളായാലും അക്സെപ്റ്റ് ചെയ്യൂല, ആരും അക്സെപ്റ്റ് ചെയ്യൂല. 1 മണിക്കൂർ 2 മണിക്കൂർ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും പ്രോഫിറ്റ് ആവണം. മൈൻഡ് അതിലേക്ക് മാറും. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. അപ്പോൾ 5 ദിവസം കഴിഞ്ഞാൽ എനിക്ക് ഇതിന്റെ കോമ്പൗണ്ടിങ് സിസ്റ്റം ഞാൻ തരും. നമുക്ക് ഇന്ന് ഇന്ന് $2 ആണെങ്കിൽ $2, $2.5 ഒക്കെ കുഴപ്പമൊന്നുമില്ല. നാളെ നമ്മൾ ബാക്കി എടുക്കും. 5 എടുത്തിട്ടെങ്കിൽ പകുതി എടുത്തില്ലേ? അപ്പം എങ്ങനെയുണ്ട് കാര്യങ്ങൾ? എല്ലാവർക്കും ഇന്ന് ഓക്കെ അല്ലേ? കാര്യങ്ങൾ വളരെ ഈസി അല്ലേ? ട്രേഡിങ് ഇത്രയേ ഉള്ളൂ. ട്രേഡിങ് വളരെ സിമ്പിൾ ആയിട്ട് കാണാം. ട്രേഡിംഗ് ഒക്കെ വളരെ സിമ്പിൾ ആയിട്ട് കണ്ടാൽ മതി. ഒരു പ്രശ്നവുമില്ല. നമുക്ക് ഭയങ്കര സംഭവമായിട്ട് കാണണ്ടെന്നാ ഇതിനെ. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ മെത്തേഡ് കണ്ടാൽ മതി. ഹലോ. ആ ആ ബുള്ള് അല്ല, ബൈ അല്ല. ഈ സ്ട്രോങ് ബൈ വന്നപാട് എൻട്രി എടുക്കാം. ഇപ്പൊ എടുത്ത എൻട്രി ഇപ്പൊ എടുത്തത് നമ്മൾ ഇന്റലിജൻസ് ബോക്സിന്റെ കാര്യങ്ങളും ഈ റോക്കറ്റിന്റെ ഇത് വന്നവരാണ്. യെസ്. റോക്കറ്റ് വരുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക അവിടെ ഒരു വലിയ ടീമിന്റെ എൻട്രി വന്നിട്ടുണ്ട് എന്നാണ്. കേറാ. അത് കേറുന്ന സമയം ഇതിന്റെ കൺഫർമേഷൻ നോക്കാം എന്താണ് പോസിറ്റീവ് ആണെന്നുള്ളത്. ഇതിപ്പോഴും പോസിറ്റീവ് ആണ്. പക്ഷെ നമ്മള് റൂൾസ് ബ്രേക്ക് ചെയ്ത് വിടാം. ഇവിടെ റിസ്ക് ഇപ്പൊ ഇവിടുന്ന് ഒരാൾ എൻട്രി എടുക്കുകയാണെങ്കിൽ അവർ ഒരു 3% റിസ്ക് കീപ്പ് ചെയ്യണം. ഇവിടെ റിസ്ക് മാറി 10/3 ആയി.
ഇനി ഇവിടുന്ന് ഇപ്പൊ ഒരാൾക്ക് എൻട്രി എടുക്കണമെങ്കിൽ ഇവിടുന്ന് എൻട്രി എടുക്കണമെങ്കിൽ അയാളുടെ റിസ്ക് 3%. നമ്മൾ എടുക്കുന്ന സമയം 1%. ഹലോ. യെസ്. 10/1 സേഫാ. ആ കാര്യങ്ങൾ നോക്കാം. ഇപ്പൊ 3 ആയി. ഇപ്പൊ എടുക്കണ്ട. ആ ഏതാ? മൈക്ക് ഓഫ് ആണ് ആക്കാം. പറഞ്ഞ ഒരാൾ മൈക്ക് ഓഫ് ആണ് ആക്കാം. പറഞ്ഞോ. യെസ്. ബിയറിഷിലാണ് വോളിയം പ്രഷർ. വോളിയം പ്രഷർ അപ്പൊ ഇത് കണ്ട ക്യാൻഡിൽ ഗ്രീൻ ആണ്. ക്യാൻഡിൽ ഇപ്പം ഗ്രീൻ ആണ്. പക്ഷെ ബാക്ക് എൻഡിൽ നടക്കുന്ന അതില് ഒരു ക്യാൻഡിൽ രൂപപ്പെടല് ബൈയും സെല്ലും, അതായത് രണ്ട് കൂട്ടക്കാരും ഈ 5 മിനിറ്റിൽ, അതിപ്പോ 5 മിനിറ്റിന്റെ ക്യാൻഡിൽ ആണെങ്കിൽ അതിൽ ആരാണ് കൂടുതൽ നിൽക്കുന്നത്, അതിന്റെ സാന്നിധ്യം ഉള്ളത്, അവർക്ക് അതിനാണ് പ്രയോറിറ്റി. ഇപ്പം ബാക്ക് എൻഡിൽ ബിയറിഷ് ആണ് കൂടുതലുള്ളത്. ഈ ക്യാൻഡിൽ അവസാനിക്കണം, എന്നാലേ തിരികെ ആരാണ്. ബിയറിഷിൽ അവസാനിക്കുകയാണെങ്കിൽ ഇത് റെഡ് ആവും. വോളിയം പ്രഷർ അത് ഈ എസ് ടി എന്ന് പറയുന്നത് നമ്മളെ കമ്പനി, അത് ഞങ്ങൾ തരുന്ന ഒരു എക്സിറ്റ് പോയിന്റ് ആണ് കേട്ടോ. അതായത് സ്റ്റാറ്റിക്സ് അൽഗോ തന്നെയാണ് STA എക്സിറ്റ്. ഞങ്ങൾ തരുന്ന എക്സിറ്റ് ആണ്. അവിടുന്ന് എക്സിറ്റ് അല്ല, അത് ചാർട്ട് ബിനാൻസിന്റെ ആയിരിക്കൂല, ഓവാണ്ട ചാർട്ട് ആയിരിക്കും. ഓക്കെ. ഇവിടെ ഇപ്പൊ എക്സിറ്റ് വോളിയം പ്രഷർ. ഓക്കെ. ഏതാ വോളിയം പ്രഷർ? ഇല്ല വോളിയം പ്രഷർ 50% കിട്ടും, കിട്ടാണ്ട് നിൽക്കൂല. ആ ക്യാൻറ്റീനിലെ ഇത് നോക്കിയാൽ മതി. വോളിയം പ്രഷറിലല്ല, നമുക്ക് ഇതൊക്കെയാണ് ഇമ്പോർട്ടന്റ്. ഇതൊക്കെ കണ്ട ഇപ്പൊ സ്റ്റിൽ നിൽക്കുന്നത്. എക്സോസ്റ്റ് വരും. എക്സോസ്റ്റ് വന്നാൽ നെക്സ്റ്റ് അത് വരും. ഓൺ ഡേയിൽ ഞാൻ പറഞ്ഞുതരാം. ഓൺ ഡേയിൽ ഞാൻ എടുക്കാം. എക്സോസ്റ്റിന്റെ ഇവിടെ എത്തിയിട്ടില്ല ഇവർക്ക്. ഇതാ യെസ്. ഈ എക്സോസ്റ്റ് വന്നു കഴിഞ്ഞാല് ഒന്ന് അലേർട്ട് ആവാം. അതായത് അവിടെ എന്തായി, ഇപ്പൊ അടുത്ത ക്യാൻഡിൽ എക്സിറ്റ് വരും. അതായത് എക്സോസ്റ്റ് വന്ന അവിടെ ഒരു ആക്ഷൻ നടന്നിട്ടുണ്ടെന്നാണ്. ഓക്കെ. അത് നിങ്ങളെ ബ്രോക്കർ ഏതാണെന്ന് നോക്കിയാൽ മതി. എക്സോസ്റ്റ് വന്ന് കഴിഞ്ഞാൽ ഒന്ന് അലേർട്ട് ആവാം. അതൊക്കെ വരും. ഈ എക്സോസ്റ്റ് ഒക്കെ നമ്മളെ ചാപ്റ്ററിൽ വരും. അപ്പൊ ഇനി എക്സോസ്റ്റും ഇല്ല, ഇനി എക്സിറ്റും വന്നിട്ടാണ് കുട്ടിക്കോ 1 മണിക്കൂർ നടന്ന് എക്സിറ്റ് ആയിക്കോളാം. അല്ല ഇനി ഇനി എക്സോസ്റ്റും ഇല്ല, അവിടെ എക്സിറ്റും വന്നിട്ടാണ് അങ്ങനെ കണക്ക് കൂട്ടിക്കോ. ഒരു സാധനം വന്നിട്ടാ 1 മണിക്കൂറിന് മേലെ ഇരുന്നൂടാ. 1 മണിക്കൂറായി അവിടെ നിന്ന് ഇറങ്ങിക്കോളാം. അല്ല, എക്സോസ്റ്റ് ഈ എക്സ്റ്റ് ചെയ്ത് അവിടെ ഒരു ടീം, നമുക്കൊരു ടീം ഒരു ആക്ഷൻ നടന്നിട്ടുണ്ട്. അടുത്ത ആക്ഷനിൽ അത് വരും എന്താണെന്നുള്ളത്. ഏതിലാണ്? ബിനാൻസിലല്ലേ? അത് ഓരോ ചാർട്ടിൽ അതിന്റെ ബാക്ക് എൻഡ് ഡാറ്റ ഡിഫറൻസ് ഉണ്ട്. ഓരോ ബ്രോക്കർ കൊടുക്കുന്ന ഡാറ്റ ഡിഫറൻസ് ഉണ്ട്. ഇതിലിപ്പോ 62 ആണ്. നിങ്ങൾ ഓൺ ഡേയിൽ എടുത്താൽ മതി. MT5 എടുക്കുന്നവർ ഓൺ ഡേ ചെയ്താൽ മതി. ഞാൻ ബിനാൻസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇത് എടുക്കുന്നത്. ബാക്കിയൊക്കെ സെയിം ആയിരിക്കും. അത് എക്സോസ്റ്റ് വരുന്നത്, അതായത് ഒരു ആക്ഷൻ വരുന്നതിന് മുന്നേ, ഇത് ഇവിടെ ഞാൻ കാണിച്ചു തരാം ഒരു ലാസ്റ്റ് മാർക്കറ്റിൽ. അതായത് എക്സോസ്റ്റ് വരുമ്പോൾ ഒന്ന് അലേർട്ട് ആവാം. അതായത് നെക്സ്റ്റ് എന്തോ ഒന്നെങ്കിൽ എക്സിറ്റ്, അല്ലെങ്കിൽ ഒരു മാർക്കറ്റിൽ ഒരു ടീം എക്സിറ്റ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു മാർക്കറ്റിൽ ഒരു ടീം എൻട്രി ആയിട്ടുണ്ട് എന്നുള്ളത് ഒന്ന് അലേർട്ട് ആവാം. ഓക്കെ, ഒരു അലേർട്ടിങ് സിസ്റ്റം ആണ്. ഒരു ആക്ഷൻ അവിടെ നടന്നിട്ടുണ്ട്. ഇപ്പൊ ഇവിടുന്ന് മാർക്കറ്റ് കയറുന്നുണ്ട്. ഇത് കണ്ടോ, മാർക്കറ്റ് ഇപ്പൊ പമ്പ് ചെയ്യും. ഇത് പോസിറ്റീവ് തന്നെയാണ്. പക്ഷെ ഇവിടുന്ന് ഞാൻ എന്തുകൊണ്ട് ഇവിടുന്ന് എക്സിറ്റ് ആയി, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് റൂൾസ് ബ്രേക്ക് ചെയ്തുകൂടാ. ഈ അറിയുന്ന ഞാൻ പോലും ഇവിടുന്ന് എക്സിറ്റ് ആയിട്ടുണ്ടെങ്കിൽ റൂള് ബ്രേക്ക് ചെയ്തുകൂടാ. ഒരിക്കലും റൂള് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ എപ്പോഴും ബ്രേക്ക് ചെയ്യും. ഹോൾഡ് ചെയ്യാം. 3% റിസ്ക് ആണ് കീപ്പ് ചെയ്യണം. ഈ റോക്കറ്റിലല്ലേ?
ഇവിടെയല്ലേ? നിങ്ങൾ ഇവിടെ ഇപ്പൊ എൻട്രി എടുക്കുകയാണെങ്കിൽ ഇവിടെ എൻട്രി എടുക്കും. ആ, ആ, ആ ഇവിടെ, ആ ഇവിടെ, ആ, ആ, ആ. ഇപ്പൊ ഇവിടെ എൻട്രി എടുത്ത് ഇപ്പൊ നമ്മൾ ഇവിടെ എൻട്രി എടുത്തത്. നമ്മൾ എടുത്തത് ഈ പോയിന്റിൽ നിന്നാണ്. നമ്മൾ എസ്.എൽ ഉണ്ടായത് ഈ പോയിന്റിലാണ്. നമ്മൾ ഈ ഏരിയയിൽ നിന്ന് എൻട്രി എടുത്തു. എസ്.എൽ ഇതാ 1 നമ്മൾ എടുക്കുന്ന സമയം റിസ്ക് സ്കോർ 1 ആണ്. നമ്മൾ വെച്ചത് $1 ആണ്. ഇപ്പൊ ഇവിടെ നിന്ന് ഇവിടെ വെച്ചിട്ട് ഇത് ഹോൾഡ് ചെയ്യാം. ഞാനിപ്പം എക്സിറ്റ് ആയത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ 1 മണിക്കൂറിന് മേലെ മാർക്കറ്റിൽ ഇരിക്കൂല. 1 മണിക്കൂറെ അതായത് കറക്റ്റ് 1 മണിക്കൂറിൽ അവിടെ എന്താണ് വാല്യൂ ഞാൻ അവിടുന്ന് ഇറങ്ങും. ഇപ്പൊ എനിക്കിപ്പോ ഇവിടെ $100 ഇതെന്റെ ഞങ്ങൾക്ക് ഡെമോ ഇങ്ങക്ക് കാണിച്ചു തരാൻ വേണ്ടി. എന്റെ ഇപ്പൊ $100 ആയത് കൊണ്ടാണ് ഇപ്പൊ ഇവിടെ. അതിന് $1000 അല്ലെങ്കിൽ ഒരു $10,000 ആണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു $100 ഞങ്ങൾക്ക് അവിടെ കിട്ടി. നമ്മൾ അത് നോക്കിയാ മതി. അപ്പൊ ഇവിടുന്ന് റൂൾസ് ഞാൻ ബ്രേക്ക് ചെയ്യൂല. ഇത് ഞാൻ ഉണ്ടാക്കിയ ഞാനായിക്കോട്ടെ, ഇതിന്റെ ബാക്ക് എൻഡ് അറിയുന്ന ഞാനായിക്കോട്ടെ, റൂൾസ് ഞാൻ ബ്രേക്ക് ചെയ്യൂല. അപ്പൊ 1 മണിക്കൂറിൽ കൂടുതൽ ഞാൻ ഉം ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങള് രാവിലെ 1 മണിക്കൂർ സ്പെൻഡ് ചെയ്യാ. രാത്രി 1 മണിക്കൂർ സ്പെൻഡ് ചെയ്യാ. വേണമെങ്കിൽ ഈവനിംഗ് 1 മണിക്കൂർ സ്പെൻഡ് ചെയ്തോ. അതിന് ഷിഫ്റ്റ് ആയിട്ട് സ്പെൻഡ് ചെയ്തോ. 1 മണിക്കൂറിൽ 2 സമയം ഇരുന്നോ. എന്നാലും പ്രശ്നമില്ല. പക്ഷെ 1 മണിക്കൂറേ ഇരുന്നോളൂ. നിങ്ങള് രാ രാ ഇന്ത്യൻ മാർക്കറ്റ് നിഫ്റ്റിയിലൊന്നും അതായത് ഓപ്ഷനിൽ മാത്രമേ കോംപ്ലിക്കേഷൻ അത് ചെറിയ കാര്യങ്ങൾ വരും. അതായത് ബാക്കിയുള്ള മാർക്കറ്റ് ഒന്നും പ്രശ്നമല്ല. നിങ്ങൾ നോർമൽ നിഫ്റ്റി ഒന്നും ചെയ്യുന്നതിൽ ഓൾ മാർക്കറ്റ് ചെയ്യുന്നതിലൊന്നും യാതൊരു പ്രശ്നവുമില്ല. സെയിം മെത്തേഡാ. ഓപ്ഷനിലേക്ക് വരുമ്പോഴാണ് പ്രശ്നം. ഓപ്ഷനിലേക്ക് വരുമ്പോൾ കുറച്ച് കാര്യങ്ങൾ അതിൽ മാനുവലി കുറച്ച് കാര്യം ശ്രദ്ധിക്കാനുണ്ട്. ആ ഓക്കെ. നിങ്ങളെല്ലാം യെസ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവിടെ എല്ലാ ആ ഉം ആ ഉം ഉണ്ട് ഉണ്ട്. യെസ് യെസ്. ഉം ഉം. നിങ്ങൾക്ക് യെസ് മോർണിംഗിൽ 1 മണിക്കൂർ 8 മണിക്ക് ശേഷം നല്ല ടൈമാണ്. യെസ് യെസ് യെസ്. ന്യൂയോർക്ക് ഉണ്ട്. യെസ്. ഇപ്പൊ ഇനി യെസ് നിങ്ങളുണ്ടല്ല യൂറോ അതായത്
യെസ്, യെസ്. ഇന്ന് ഇതിലുണ്ടായിരുന്നു. ഇത് നല്ല എൻട്രി ഉണ്ടായിരുന്നു ഇതില്. ഇതാ ഒന്നിത്, ഒന്നിതാ. ഇത് കിടിലൻ എൻട്രി. ഈ 2 എൻട്രി ഞാൻ കേറിയതാണ്. അറ്റൻഡ് ചെയ്തതാണ്. സൂപ്പർ എൻട്രിയാ. ഇതും ഉണ്ടായിരുന്നു. യാ. അപ്പൊ ഇവിടെ ഇപ്പൊ കാര്യങ്ങള് അപ്പം നിങ്ങള് ഫോക്കസ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ. 1 മണിക്കൂറിന് മേലെ ഒരാളും സ്പെൻഡ് ചെയ്യണ്ട മാർക്കറ്റില്. ഇതൊക്കെ ആദ്യം നമുക്ക് എത്രയാണ് ഉള്ള കാര്യങ്ങൾ എടുക്കാ ചെയ്യാ. 1 മണിക്കൂർ ഇങ്ങനത്തെ ഇതൊക്കെ നമ്മള് ഇതാ ഇത് കണ്ട. ഇത് അല്ല ഇത് കണ്ടില്ല നമ്മള്. ഇപ്പൊ ഞാൻ എന്തുകൊണ്ട് ഇവിടുന്ന് എക്സിറ്റ് ആയി? വൈ? റൂൾസ് ബ്രേക്ക് ചെയ്തതാന്ന് പറഞ്ഞ കാരണം. എല്ലാം പോയി. അല്ല അതുകൊണ്ടാണ് 3% അവിടെ റിസ്ക് വന്നത്. ഞാൻ ഇവിടുന്ന് പറഞ്ഞു. ഇവിടുന്ന് എടുക്കുന്ന ഒരാള് 3% വെക്കണം. ആ ഇവിടുന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടൽ പയ്യെ എക്സിറ്റ് ആയി മാർക്കറ്റ് വന്നു. പിന്നെ അവിടെ നിൽക്കുകയും ചെയ്യില്ല. അടിച്ചിറങ്ങും. അതന്നെ പറഞ്ഞേ. അത് സ്ട്രോങ് ആയി കാര്യങ്ങള്. ഇവിടുന്ന് എക്സിറ്റ് ആകാത്തവരുണ്ട്. ആളെ വീണ്ടും കൊടുത്തതാ. നേരത്തെ എക്സിറ്റ് വന്നു. നല്ല ഇത് വന്നു. ഒന്ന് ആണെങ്കിൽ ഇത് ഹിറ്റ് ചെയ്തിട്ട് കേറൊക്കെ ചെയ്യും. ഒക്കെ ഇതാണ്ടില്ലേ. ഇതിപ്പോ നമ്മളെ എസ് എൽ ഇവിടെ ഉണ്ടായി നേരത്തെ. ഇത് നേരത്തെ എൻട്രിയിലേക്ക് വന്നു നമ്മളെ. നമ്മൾ ഈ പ്രോഫിറ്റ് ഇവിടുന്ന് ഞാൻ പറഞ്ഞേ നമ്മൾ ആദ്യം നോക്കണം റൂൾസ് ബ്രേക്ക് ചെയ്ത് വിടാം. അത് ഇനി എത്ര റൂൾസ് ബ്രേക്കാൻ നിന്നാൽ എത്ര വലിയ ട്രേഡർ ആയിക്കോട്ടെ ഓൻ തോക്കും. 1 മണിക്കൂർ കൂടുതൽ ഇതൊക്കെ ഇങ്ങനത്തെ കുറച്ച് നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളെ മാറ്റണ്ടോ. 24 മണിക്കൂറിൽ മാർക്കിൽ നിന്ന് ഇരുന്നിട്ട് കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ. രാവിലെ 1 മണിക്കൂർ ഇരുന്നോ, ഉച്ചക്ക് 1 രാവിലെ സമാധാനത്തില്. അതായത് പല ആൾക്കാരും ട്രേഡിങ്ങിൽ തുടങ്ങിയ സമാധാനമാകും. ഇപ്പൊ ഈ രീതിയില് ഇന്നിപ്പോ എങ്ങനെയാണ് എല്ലാവരും ചെയ്തത്? ഞാൻ പേഴ്സണലി ആ ഡീല് അത് ആകെ ഇപ്പൊ സെൻസസ് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ കിട്ടും. യെസ് ഡി കാണിക്കും. ഇല്ല 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 ഇല്ല. അത് ഇന്ത്യൻ മാർക്കറ്റിന് മാത്രം പ്രശ്നമില്ല. അത് ഈ സെൻസസ് അത് ഇവർ ട്രേഡിംഗ് ഇവരും തമ്മിലുള്ള കോൺട്രാക്ടിന്റെ പ്രശ്നങ്ങളാണ്. ആ ഇപ്പൊ കാര്യങ്ങളൊക്കെ ഇത് കണ്ടില്ലേ? നിമിഷങ്ങൾ മതി. ഇപ്പൊ നമ്മളെന്നാക്കാ ഇല്ല പ്രോഫിറ്റ് ഇപ്പൊ നമ്മൾ ഇത് ഹോൾഡ് ചെയ്തില്ലെങ്കിലോ. ഇപ്പൊ 1 മണിക്കൂർ കഴിഞ്ഞ് 1 മണിക്കൂറും 1.5 മണിക്കൂറായി ഇപ്പൊ ഇത് തുടങ്ങിയിട്ട് മൊത്തത്തില്. ഇപ്പൊ നമ്മള് ഇത് ഹോൾഡ് ചെയ്തില്ലെങ്കില് നമ്മള് വിടൂല. നമുക്ക് ആ പ്രോഫിറ്റ് നമ്മളെല്ലാം പോയി. നമ്മൾ ആകെ ഇതിലേക്ക് മാറും. റിവെഞ്ചിലേക്ക് മാറും. ഇന്ന് യെസ് യെസ് യെസ്. ഓപ്ഷനിലേക്ക് വരുമ്പം ഓപ്ഷനിലുള്ളതെന്ന് പറഞ്ഞാൽ അവിടെ റിസ്ക് 10/10 ആണ് ഉണ്ടാവുന്നത്. ഓപ്ഷനിലേക്ക് കയറുന്ന സമയം. യെസ്. അത് മാറൂല. നിങ്ങൾക്ക് ഒറ്റ ചാർട്ട് പ്ലേസ് ചെയ്താ മതി. മതി. ഉം. 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 നമ്മളെ യൂസേഴ്സിന് പ്രീമിയത്തിന്റെ ആവശ്യമില്ല ട്ടാ. നമ്മളെ യൂസേഴ്സിന് പ്രീമിയത്തിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ആ. 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 അതിന്റെ പ്രീമിയം. ഓക്കെ. 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 മനസ്സിലായി. ഓക്കെ. ഓക്കെ. അപ്പൊ ഇപ്പൊ ഏകദേശം നമുക്ക് കാര്യം മനസ്സിലായി. അപ്പൊ ഇപ്പൊ നാളെയും എല്ലാവരും ഇതേ സമയം കാര്യങ്ങൾ അപ്പം ഇന്നിപ്പോ ഓക്കെ ഞാൻ ഈ സമയം ക്ലാസ് വെക്കാനുള്ള റീസൺ എന്ന് പറയുന്നത് എല്ലാവരെയും ഒന്ന് ഫ്രീ ആയിട്ട് ഈ സമയത്താണ് എല്ലാവരും ഉണ്ടാവില്ല. അതാണ് ഈ ടൈം ഞാൻ ചൂസ് ചെയ്തത്. എൻട്രീസ് എന്തായാലും നമുക്ക് എല്ലാ ദിവസവും ഈ സമയത്തൊക്കെ നമുക്ക് എൻട്രീസ് ഉണ്ടാവില്ല. ഇപ്പൊ ഞാനും പേഴ്സണലി എന്ന് പറയുന്നത് ഈ രീതിയിലാണ് ഞാൻ എൻട്രി എടുക്കൽ. ആരെങ്കിലും ഒരാൾ ഉണ്ടാവും ഒരു ടീമായിട്ടോ ഒരു ഗ്രൂപ്പായിട്ടോ ചില ആർക്കും ഒരു ടെൻഷൻ ഇല്ല. എല്ലാവരും ഓക്കെയാണ്. നമുക്കൊരു ഇതില്ല. നമ്മൾ ഈ കാര്യങ്ങൾ അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ രീതിയിൽ തന്നെ ട്രേഡിങ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. 5 ദിവസം മതി.
ഈ കുറച്ച് കാര്യങ്ങൾ എന്താക്കുക, അത് കീപ്പ് ചെയ്യുക. അത് മനസ്സിൽ എപ്പോഴും കീപ്പ് ചെയ്യുക. ഒരു 5 ദിവസം. എന്റെ നമ്പർ ഞാൻ ഇതിൽ ഇട്ടുതരാം. ആ ചോദിക്ക. ആ ഇത് ആദ്യം നമ്മൾ മനസ്സിലാക്കുക, ഇത് ആൽഗോ അല്ല. അതിന്റെ ഒരു മിസ്റ്റേക്ക്. ആ ഈ ഈ സിസ്റ്റം ഈ സിസ്റ്റം ഞാൻ ഓൾമോസ്റ്റ് ഡെവലപ്പ് ഒരു 2 ഇയേഴ്സ് ആയി. ഒരു 4 മന്തായി മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ട്. ഞാൻ അത് ഒന്നുകൂടി ഞാൻ ക്ലാരിറ്റി തരാം. ഇതില് ഞങ്ങൾ ഈ സിസ്റ്റം ഇപ്പൊ ഇതില് നിങ്ങൾക്ക് വരുന്ന ഒരു ഇതുണ്ടല്ലോ സിഗ്നല്, 50% കൺഫർമേഷൻ ഈ സിഗ്നലിൽ ഉണ്ട്. ബാക്കി മാത്രമേ ഇതിൽ നിന്ന് എടുക്കുന്നുള്ളൂ. ഒരു സിഗ്നലിൽ 50% കൺഫർമേഷൻ നിർബന്ധമാണ്. അതായത് പറയാൻ കാരണം, ഞങ്ങൾ ഈ സിസ്റ്റം വർക്ക് ചെയ്യുന്ന ട്രേഡിംഗിന്റെ ബാക്ക് ആൻഡ് പാർട്ട്ണർ സിസ്റ്റത്തിലാണ്. അത് ഈ സിസ്റ്റം ഇതിൽ നിങ്ങൾക്ക് വരുന്ന ഒരു എൻട്രിക്ക് 50% കൺഫർമേഷൻ അത് കൺഫേംഡ് ആണ്. ബാക്കി പെർസെന്റേജ് മാത്രം നമ്മൾ ഇതിൽ നിന്ന് ഡാറ്റ വെച്ച് കീപ്പ് ചെയ്താൽ മതി. ഇന്ന് മാർക്കറ്റിൽ വരുന്ന, അതായത് ഇതിന്റെ ബാക്ക് എൻഡിൽ സിസ്റ്റം, ഇന്ന് മാർക്കറ്റിൽ വരുന്ന വോളിയം ഓഫ് ബിസിനസ്, അതായത് അതിനെ ഡിപ്പെൻഡ് ചെയ്ത് ഇന്നത്തെ മാർക്കറ്റ് കണ്ടീഷൻ ആയിരിക്കും. ഇന്ന് മാർക്കറ്റ് ബാക്കി എല്ലാ മാർക്കറ്റും നല്ല മൂവ്മെന്റാ. BTC എത്തിയ എല്ലാ മാർക്കറ്റും നല്ല മൂവ്മെന്റ്സ് ഉള്ള മാർക്കറ്റാണ് ഇന്ന്. ഓക്കെ, അപ്പൊ ആ കാര്യങ്ങൾ ഓക്കെ അല്ലേ? ആ ഓക്കെ. അതെ, നമ്മൾ അസിസ്റ്റ് ചെയ്യും. അതായത് ഞാൻ ഒരു കാര്യം കൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇവിടെ ഒന്നുമില്ല, എല്ലാത്തിലും ബ്രോക്കർ മാത്രം മാറുന്നേ ഉള്ളൂ. ബാക്കി ഒന്നും ഇവിടെ ചേഞ്ച് ഇല്ല. പ്രൊസീജിയർ ഒക്കെ സെയിം. ഇതിന്റെ അസിസ്റ്റന്റ് കാര്യങ്ങളൊക്കെ തരും, അതൊന്നും പ്രശ്നമില്ല. അതായത് എപ്പോഴും ഇന്ത്യൻ മാർക്കറ്റ് മാത്രം ഫോക്കസ് ചെയ്യണം. നമുക്ക് എപ്പോഴും ഒരു പ്രൈമറിയും സെക്കൻഡറി കോയിൻ നമുക്ക് എപ്പോഴും ഉണ്ടാവണം. അതായത് ഇന്ത്യൻ മാർക്കറ്റ് ഉപയോഗിക്കുന്ന ആൾക്കാരുടെ ഒരു മെന്റാലിറ്റിയിൽ വരുന്ന ഒരു മെയിൻ പ്രശ്നം, ഞാൻ കണ്ട ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർക്കൊന്ന് ലിമിറ്റേഷൻ ആണ്. മോർണിംഗ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഈവനിങ് ക്ലോസ് ആവും. അതിന്റെ ഉള്ളിൽ ഒരു എൻട്രി അവർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അന്ന് പ്രശ്നമാണ്. അവർക്ക് അന്നൊരു എൻട്രി എടുക്കണം. ശരിക്കും അത് ഇന്ത്യൻ മാർക്കറ്റ് പ്രൈമറി ഉപയോഗിക്കുന്നവർക്ക് ഗോൾഡ് എന്നാക്കുക നല്ലൊരു പെയറാണ്. ഈസി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പെയറാണ്. അത് ഉപയോഗിക്കാൻ പറ്റും. അന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾക്ക് ഈവനിങ് വരെ ഒരു എൻട്രി ഇല്ലെങ്കിൽ നൈറ്റ് ഗോൾഡിൽ ഒരു എൻട്രി കിട്ടും. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആ ഒരു ഇത് കുറയും. നമുക്ക് ഇന്നൊരു എൻട്രി എടുക്കാന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ കുറയും. നമുക്ക് റെഡിയാക്കാം. ഇതിന് അസിസ്റ്റന്റ് തരും കേട്ടോ, കുഴപ്പമൊന്നുമില്ല, അത് തരും, പറഞ്ഞു തരും. നിങ്ങൾക്ക് ഏത് പഠിക്കാൻ എന്ത് കാര്യങ്ങൾ ഇതുണ്ടെങ്കിലും അതിന്റെ കാര്യങ്ങൾ പറഞ്ഞു തരും. അതിലൊന്നും യാതൊരു കുഴപ്പമില്ല. ഞാൻ നമ്പർ അതിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ കമ്പനി നമ്പറാണ് ഇട്ടിട്ടുണ്ട്. അപ്പോ ഓൾമോസ്റ്റ് 10 മണിയായി. നമുക്ക് എന്നാ വൈൻഡപ്പ് ചെയ്തോളൂ. അങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ എല്ലാവരും ഒന്ന് പറയാം. നമുക്ക് വൈൻഡപ്പ് ചെയ്തൂടെ? യെസ്, വൈൻഡപ്പ് ചെയ്യാം. അപ്പോ അങ്ങനെയാണെങ്കിൽ എല്ലാവരും ഗുഡ് നൈറ്റ്. നമ്പർ നിങ്ങളെ സ്റ്റാഫായിട്ട് ഒന്ന് കണക്ട് ചെയ്താൽ മതി. ഞാൻ ടെക്സ്റ്റിൽ ഇട്ടിട്ടുണ്ട്, മെസ്സേജിൽ ഇട്ടിട്ടുണ്ട്. അന്ന് കിട്ടാത്തവർക്ക് നിങ്ങളെ കണക്ട് ചെയ്ത സ്റ്റാഫായിട്ട് എന്റെ നമ്പർ തരാൻ പറഞ്ഞാൽ മതി, അവർ തരും. ഓക്കെ അല്ലേ? അപ്പം ബാക്കി മതി, തരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ബാക്കി നാളെ ഇതേ സമയം എല്ലാവരും ഉണ്ടാവണം. ആ നമുക്ക് ബ്രോക്കറിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം ഏതാണെന്നുള്ളത്. അത് ഞാൻ പേഴ്സണലി ഒന്ന് കണക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ എല്ലാവരും ഗുഡ് നൈറ്റ് ആയിക്കൂടെ? ഓക്കെ അല്ലേ? ഓക്കെ അപ്പൊ നാളെ ഇതേ ടൈമിൽ നമുക്ക് കാണാം. ഓക്കെ.